ഹായ് എവരി വൺ, എല്ലാവർക്കും ഫാൽക്കണെക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റാണി റഷീദ്. സോ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സെപ്റ്റംബർ 27 നടക്കാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിന് സഹായകരമായിട്ടുള്ള മാത്സിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ കൊണ്ടുപോകുന്നത്. ഏകദേശം എല്ലാ മാത്സിൻ്റെ ആ ഒരു ടോപ്പിക്സ് കവർ ചെയ്തു പോകുന്ന ഒരു സെക്ഷൻ തന്നെയാണ് ഇത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ എല്ലാവരും ഈ ഒരു സെക്ഷൻ കാണുക, കാരണം ആ ടോപ്പിക്കിൻ്റെ ഫുൾ ഒരു മാത്സിൻ്റെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനകത്ത് കൊണ്ടുപോകുന്നത്. സോ എന്താണ് ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു നല്ല കോൺഫിഡൻസ് ഉണ്ടായിരിക്കും, കാരണം ആ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെറ്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ കൈകാര്യം ചെയ്യുന്നത്. സോ എന്താണ് നമ്മൾക്ക് ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താണ്? The largest natural number which exactly divides the product of any 4 consecutive natural numbers is. അതായത് അടുത്തടുത്തുള്ള 4 കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റിനെ എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് നാച്ചുറൽ നമ്പർ ഏതാണെന്നാണ് നമ്മളുടെ ചോദ്യം. ഇപ്പം ഇതിനെ ഒന്ന് ലോജിക്കായിട്ട് നമ്മൾക്ക് ചിന്തിക്കാം. ഇപ്പോൾ 4 നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ എടുത്തു, കൺസിക്യൂട്ടീവ് ആണ്, മീൻസ് അടുത്തടുത്തുള്ള നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ എടുത്തു. അതിനെ നോക്കിക്കഴിഞ്ഞാൽ ആ 4 നമ്പേഴ്സ് എടുക്കുമ്പോൾ തന്നെ ആ ഓരോ നമ്പറിനെയും 2 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും, 3 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും, 4 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾക്ക് എന്താണ് ഇവിടെ 2 × 3 × 4 അതിൻ്റെ ഡിവിസിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ വേറെ നമ്പേഴ്സ് എടുത്തു, 12, 13, 14, 15 എടുത്തു. അപ്പോൾ ഈ 4 നമ്പേഴ്സ് നോക്കുമ്പോൾ തന്നെയും 12ന് നമുക്ക് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്, 3 കൊണ്ട് ഡിവിസിബിൾ ആണ്, 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അതുപോലെ 15 എടുത്തു കഴിഞ്ഞാലും അതിനെ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ ഈ ഒരു കേസിലെയും ഇവിടെ വരുന്ന എന്താണ് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്, 3 കൊണ്ട് ഡിവിസിബിൾ ആണ്, 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അങ്ങനെ അടുത്തടുത്തുള്ള 4 സെറ്റ് ഓഫ് നമ്പേഴ്സ് എടുത്ത് നമ്മൾ നോക്കുമ്പോൾ തന്നെ എന്താണ് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്, 3 കൊണ്ട് ഡിവിസിബിൾ ആണ്, 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ 2 × 3 × 4 എന്ന് പറയുന്നത് 24 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ലോജിക് വൈസ് ആയിട്ട് ചെയ്യാം. ഇനി അതല്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നോക്കിക്കോളൂ. അടുത്തടുത്തുള്ള കൺസിക്യൂട്ടീവ് നമ്പേഴ്സിനെ നമുക്ക് n+1 ഏതൊക്കെയാണ് n+1, n+2, n+3 എന്ന് നമുക്ക് എഴുതാം. ഇനി ഇതിൻ്റെ പ്രോഡക്റ്റിനെയാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് n × n+1, പിന്നെ n+2, n+3. അപ്പം 4 കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിനെ n+1, n+2, n+3 എന്നെടുത്തു. ഇതിൻ്റെ പ്രോഡക്റ്റിനെയാണ് നമ്മൾക്ക് എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റേണ്ടത്. ഇനി ഈ കേസിൽ ഞാൻ n = 1 കൊടുത്തു. n-ന് 1 കൊടുക്കുമ്പോൾ 1 × 1+1, അതുപോലെ 1+2, 1+3. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? 1 × 2 × 3 × 4. ഇവിടെ എത്രയാണ് കിട്ടുന്നത്? 24 കിട്ടി. ഇനി അടുത്ത കേസിൽ ഞാൻ എന്ത് കൊടുത്തു? n-ന് 2 കൊടുത്തു. n-ന് 2 കൊടുക്കുമ്പോൾ എന്ത് വരും? = 2 × 2+2, അതുപോലെ 2+3 എന്ന് കിട്ടും. അപ്പം എന്താണ് നോക്കിക്കോ, n-ന് 2 × 2+1, 2+2, അടുത്തത് 2+3. ഇവിടെ എത്ര വന്നു? 2 × 3 × 4 × 5, അതായത് 24 × 5 എത്ര വരും? 120 കിട്ടി. ഓക്കെ ആണല്ലോ. n-ന് 1 കൊടുത്തു, നമ്മൾ n-ൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് 24 കിട്ടി. ഇവിടെ n 2 കൊടുത്തു, അതിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് 120 കിട്ടി. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, n-ന് 3 ഇട്ട് കൊടുക്കാം. n = 3. n-ന് 3 കൊടുക്കുമ്പോൾ 3 × 3+1, പിന്നെ 3+2, 3+3 ആണല്ലോ. സോ 3 × 4 × 5 × 6. ഇവിടെ എത്ര വരുന്നു? 24, 3 4s 12, 12 × 5 60, 360 കിട്ടുന്നു. ഇനി ഈ 3 നമ്പേഴ്സ് ഒന്ന് നമ്മൾ പരിശോധിച്ച് നോക്കാം. n-ന് 1 കൊടുത്തപ്പം നമുക്ക് എന്ത് കിട്ടി? 24 ആണ് പ്രോഡക്റ്റ് കിട്ടിയത്. അതുപോലെ n-ന് 2 കൊടുത്തപ്പോൾ നമുക്ക് എന്താണ് പ്രോഡക്റ്റ് കിട്ടിയത്? 120.
അതുപോലെ എന്നിന് 3 കൊടുത്തപ്പം നമുക്ക് കിട്ടിയത് എന്താണ്? 360. ഇനി ഇതൊന്ന് നോക്കിക്കേ. ഈ 24നെ നമുക്ക് 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അതുപോലെ 120നെ നമുക്ക് 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അതുപോലെ 360നെയും നമുക്ക് 24 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താണ്? ഈ പ്രോഡക്ട്സിനെ നമ്മൾക്ക് എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ആൻസർ നമുക്ക് അവിടെ കിട്ടണം. എത്രയാണ് ഇവിടെ വരുന്നത്? 24 × 5 ആണ് 120. ഇവിടെ വരുമ്പോൾ 360/24 നമുക്ക് എത്ര കിട്ടുന്നു? 1, 24, 5, 15 നമുക്ക് കിട്ടും. അപ്പം ഇവിടെ എല്ലാത്തിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാക്റ്റ് ആയിട്ട് നമ്മൾക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. 24നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 120യെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 360യെ 24 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഈ പ്രോഡക്ട്സുകളെ, അടുത്തടുത്തുള്ള കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രോഡക്ട്സിനെ എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലാർജസ്റ്റ് നാച്ചുറൽ നമ്പർ ഏതാണെന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പം ഇത് എന്നിന് 1 കൊടുത്ത് നോക്കി, അപ്പോഴും നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു. എന്നിന് 2 കൊടുത്ത് നോക്കി, അവിടെയും പറ്റുന്നു. എന്നിന് 3 കൊടുത്ത് നോക്കി, അവിടെയും പറ്റുന്നു. അപ്പം ഏതാണ് അപ്പം ലാർജസ്റ്റ് നാച്ചുറൽ നമ്പർ വരുന്നത്? ഏതാണ് നമ്മളുടെ ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ. സിമ്പിൾ ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ കിട്ടും. എന്താണ്? 4 നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിലെ ഏത് നമ്പറിനെ 2 കൊണ്ട്, ഏതെങ്കിലും ഒരു നമ്പർ ആണെങ്കിലും അല്ലെ ഒന്നിൽ കൂടുതലാണെങ്കിലും 2 കൊണ്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ഉണ്ടായിരിക്കും, 3 കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ഉണ്ടായിരിക്കും, 4 കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ്? 2ഉം 3ഉം 4ഉം ആ 4 നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പർ അവിടെ കിട്ടിക്കഴിഞ്ഞു, അതായത് 24. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക, ഏതെങ്കിലും 4 കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റിനെ എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലാർജസ്റ്റ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് 24 ആണ്. മനസ്സിലായി? ഇതാണ് അതിന്റെ ലോജിക്കും പിന്നെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കാൽക്കുലേഷനുമാണ്. ഓക്കെ അല്ലേ? ഇതാണ് നമ്മളുടെ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കോ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2ൽ എന്താ പറഞ്ഞിട്ടുള്ളത്? If 520 mangoes can be bought for ₹600, how many can be bought for ₹1500? എന്താ പറഞ്ഞിട്ടുള്ളത്? 520 മാംഗോസ്, 520 മാംഗോസിനെ നമുക്ക് ₹600ന് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ, അതായത് 520 മാംഗോസിനെ 600 രൂപയ്ക്ക് നമുക്ക് കിട്ടുമെങ്കിൽ 1500 രൂപയ്ക്ക് എത്ര മാംഗോസ് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? If 520 mangoes can be bought for ₹600, 520 മാംഗോസിനെ ₹600, 600 രൂപയ്ക്ക് നമുക്ക് 520 എണ്ണം കിട്ടും. അങ്ങനെയാണെങ്കിൽ എത്ര മാംഗോസ് 1500 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റും എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് ഈ ഒരു രീതി ചിന്തിച്ചു നോക്കാം. നോക്കിക്കോ, 600 രൂപയ്ക്ക് 520 മാംഗോസ് ഇതാണ് കിട്ടുന്നത്. 600 രൂപയ്ക്ക് 520 മാംഗോസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ട്രിക്കായിട്ട് ലോജിക് പരമായി ചിന്തിക്കുക, പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ്. ₹1 എത്ര മാംഗോസ് കിട്ടും? 520/600 ആണല്ലോ. 600 രൂപയ്ക്ക് 520 മാംഗോസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ 1 രൂപ കൊടുത്താൽ എത്ര മാംഗോ കിട്ടും? 520/600. ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? 1500 രൂപയ്ക്ക് എത്ര മാംഗോസ് കിട്ടുമെന്നാണ്. 1500 റുപ്പീസിന് എത്ര മാംഗോസ് കിട്ടും? അതെങ്ങനെ കണ്ടുപിടിക്കും? 520/600 × 1500. ഓക്കെ അല്ലേ? അതായത് 600 രൂപയ്ക്ക് 600 രൂപയ്ക്ക് നമുക്ക് 520 മാംഗോസ്, 520 മാംഗോസ് ആണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 1 രൂപയ്ക്ക് എത്ര മാംഗോ കിട്ടും? 520/600. അങ്ങനെയാണെങ്കിൽ 1500 രൂപയ്ക്ക് എത്ര മാംഗോസ് കിട്ടും? 520/600 × 1500. ഇതെന്താണ്? 2 സീറോസ് കട്ട് ചെയ്തു. ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ 26, 3, 5 കട്ട് ചെയ്തു. പിന്നെ എത്രയാണുള്ളത്? 26 × 5. നോക്കിക്കോ, 6 5s 30, 2 5s 10, 1300. അപ്പം നമുക്കിവിടെ എത്ര കിട്ടുന്നത്? 1300. അതായത്
1500 രൂപ കൊടുക്കുമ്പോൾ നമ്മൾക്ക് 1300 മാംഗോസ് ആണ് നമുക്ക് കിട്ടുന്നത്. 1300 മാംഗോസ്. എന്താണ്? ചെറുതായിട്ടൊരു ലോജിക്കാണ്. നമ്മുടെ ബ്രെയിൻ ഒന്ന് ഉപയോഗിക്കുക. യൂസ് യുവർ ബ്രെയിൻ. എങ്ങനെയാണ്? 520 മാംഗോസ് 600 രൂപയ്ക്ക് കിട്ടി. അതായത് 1 രൂപയ്ക്ക് അപ്പം എത്ര മാംഗോസ് കിട്ടും? 520/600. 1500 രൂപയ്ക്ക് എത്ര മാംഗോസ് കിട്ടും? 520/600 ഇൻറ്റു 1500. കൂടുതലൊന്നും ചിന്തിക്കാൻ പോകരുത്. അതായത് 520 മാംഗോസിനെ നമുക്ക് 600 രൂപ കൊടുത്ത് 520 മാംഗോസ് കിട്ടും. അപ്പോൾ 1 രൂപ കൊടുത്ത എത്ര മാംഗോ കിട്ടും? ഇത് പെട്ടെന്ന് കിട്ടാനുള്ളൊരു ടെക്നിക്കാണ്. എന്താണ്? 520/600. അപ്പോൾ 1500 രൂപ കൊടുത്ത എത്ര മാംഗോസ് കിട്ടും? 520/600 ഇൻറ്റു 1500. അപ്പോൾ എത്രയാണ് നമ്മൾക്ക്? 1300 മാംഗോസ് കിട്ടും. ക്വസ്റ്റ്യൻ ഓക്കെ അല്ലയോ? സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 3? ഇത് സ്പീഡ് ഡിസ്റ്റൻസ് ടൈം എന്ന് പറയുന്ന ടോപ്പിക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഇഫ് മായ ഗോസ് ടു ഓഫീസ് അറ്റ് എ സ്പീഡ് ഓഫ് 40 km/h, ഷീ റീച്ചസ് 5 minutes ലേറ്റ്. If she travels at the speed of 60 km/h, she is 10 minutes early. What is the distance to office from her home? ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് മായ ഓഫീസിൽ ഫസ്റ്റ് ഒരു സ്പീഡിൽ പോയി. എത്രയാണ് അവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത്? 40 km/h. അങ്ങനെ 40 km/h സ്പീഡിൽ പോയപ്പം 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് മായ എന്ത് ചെയ്തത്? ഓഫീസിലെത്തിയത്. ഇനി അടുത്ത ദിവസം 60 km/h സ്പീഡിൽ പോയി. അപ്പം മായ അവിടെ 10 minutes ഏർലി എത്തിക്കഴിഞ്ഞു. അങ്ങനെ വരുമ്പം ഓഫീസിലേക്ക് വീട്ടിൽ നിന്നുമുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പം നമ്മൾ കൂടുതലൊന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ നമുക്കൊരു ഷോർട്ട് കട്ട് ആയിട്ട് ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റും. എന്താണ്? ഫസ്റ്റ് കേസിലെ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. S1 എന്ന് പറയുന്നത് 40 km/h. ഫസ്റ്റ് കേസിലെ സ്പീഡ് 40 km/h. അവിടുത്തെ ടൈം എന്ന് പറഞ്ഞാൽ 5 minutes. 5 minutes എന്ന് പറയുന്നത് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. ആ ലേറ്റും ഏർലിക്കും അവിടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് കേസിലെ സ്പീഡ് എന്ന് പറയുന്നത് 60 km/h ആണ്. അവിടുത്തെ ടൈം എന്ന് പറയുന്നത് 10 minutes ഏർലിയാണ് എത്തിയത്. അതായത് നേരത്തെ എത്തി. 10 minutes ഏർലി. അപ്പം ലേറ്റും ഏർലിക്കും അവിടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മായയുടെ വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ S1 ഇൻറ്റു S2 ബൈ, അതായത് രണ്ട് സ്പീഡുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. എങ്ങനെയാണ്? S1 ഇൻറ്റു S2 ബൈ S1 മൈനസ് S2 ഇൻറ്റു ചേഞ്ച് ഇൻ ടൈം. അതായത് ഡെൽറ്റ ടി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടൈം ആണ്. ഡെൽറ്റ ടി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടൈം. ഇനി എങ്ങനെ ഈ ഡെൽറ്റ ടി കാൽക്കുലേറ്റ് ചെയ്യും? ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു, അതായത് 10 minutes ഏർലി ആണ്. 10 മൈനസ് ചേഞ്ച് ഇൻ ടൈം, അതായത് ഡിഫറൻസ് ഇൻ ടൈം. ഇവിടെ 5 minutes ലേറ്റ് ആണ്. ലേറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് -5 കൊടുത്തു. അതായത് ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 15 minutes കിട്ടി. പക്ഷേ നമ്മളുടെ ക്വസ്റ്റ്യനകത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? കിലോമീറ്ററിലാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ സ്പീഡ് എന്ന് പറയുന്നതും km/h ആണ്. സോ അങ്ങനെ വരുന്ന കേസിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? മിനിറ്റിനെ അവറിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് 15/60. 1 അവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അപ്പോൾ 1 മിനിറ്റ് എന്ന് പറയുന്നത് 1/60 ആണ്. സോ 15/60 അതവിടെ കിടക്കട്ടെ. ഇനി എന്ത് ചെയ്യുക? ഇനി ഇക്വേഷനകത്ത് നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കുക. അതായത് രണ്ട് സ്പീഡുകൾ 60 ഇൻറ്റു 40 മൈനസ് 60 മൈനസ് 40 ഇൻറ്റു നമ്മളുടെ ടൈം എത്രയാണ്? 15/60. ഇനി എന്ത് ചെയ്താൽ മതി? എന്താണ് ക്യാൻസൽ ചെയ്യാനുള്ളത്? ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യുക. ഈ 60യും ഈ 60യും ക്യാൻസലായി പോയി. പിന്നെ വരുന്ന എത്രയാണ്? 40/20 ഇൻറ്റു 15. 40/20 എത്രയാണ്? 2. 2 ഇൻറ്റു 15 എത്രയാണ്? 30 കിലോമീറ്റേഴ്സ് ആണ് എത്ര ഇവിടുത്തെ ഡിസ്റ്റൻസ്. അതായത് ഓപ്ഷൻ എ ആണ്. 30 കിലോമീറ്റേഴ്സ് ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് വരുന്നത്. അതായത് വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. രണ്ട് സ്പീഡുകൾ തന്നിട്ടുണ്ട്, S1ഉം S2. ഇങ്ങനെ രണ്ട് സ്പീഡുകളും രണ്ട് ടൈമും, അതായത് ഏർലി ലേറ്റ് എന്നൊക്കെയുള്ള ടൈം തന്നിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ കൊടുക്കുക. എന്താണ് ഇക്വേഷൻ? S1 ഇൻറ്റു S2 ഡിവൈഡഡ് ബൈ, അതായത് രണ്ട് സ്പീഡുകൾ തമ്മിൽ
മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ അതിൻ്റെ ഡിഫറൻസ് S1 മൈനസ് S2 ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ടൈമിൽ വരുന്ന ചേഞ്ച്. ഇപ്പം ടൈമിൽ വരുന്ന ചേഞ്ച് എന്ന് പറയുമ്പോൾ 10 മിനിറ്റ്സ് ഏർലിയും 5 മിനിറ്റ്സ് ലേറ്റും ആണ്. സോ അങ്ങനെ വരുമ്പം 10 മൈനസ് ലേറ്റ് ആയിട്ടുള്ള ടൈമിനെ നമ്മൾ മൈനസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തു. സോ 10 പ്ലസ് 5, മൈനസും മൈനസും വരുമ്പോൾ ഇവിടെ എന്തായിട്ട് വരും? 10 പ്ലസ് 5, മൈനസും കൂടെ വരുമ്പോൾ പ്ലസ് ആകും. സോ 15 മിനിറ്റ്സ്. നമ്മളുടെ ക്വസ്റ്റ്യൻ അവറിലും കിലോമീറ്ററിലുമാണ് ആൻസർ വരേണ്ടത്. സോ നമ്മൾ ടൈമിനെ മിനിറ്റ്സിൽ നിന്നും അവറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. സോ 15/60 അവർ. അപ്പം ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമ്മളുടെ ആൻസർ എത്രയാണ്? 30 കിലോമീറ്റർ. അപ്പം ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ നമ്പർ 3. സ്പീഡ്, ഡിസ്റ്റൻസ് ആൻഡ് ടൈമിൽ നിന്നുള്ള ടോപ്പിക് ആയിരുന്നു ഇത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമ്മളുടെ റേഷ്യോയിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റേഷ്യോയിലെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? ദ റേഷ്യോ ബിറ്റ്വീൻ ദ ഏജസ് ഓഫ് അപ്പു ആൻഡ് റയാൻ അറ്റ് പ്രസന്റ് ഈസ് 3:4. 5 years ago the ratio of their ages was 2:3. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രസന്റ് ഏജ് ഓഫ് അപ്പു ആണ്. പ്രസന്റ് ഏജ് ഓഫ് അപ്പു എന്താണ് തന്നിട്ടുള്ളത്? നമുക്ക് അറ്റ് പ്രസന്റ് ശ്രദ്ധിക്കുക. അതായത് അറ്റ് പ്രസന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രസന്റിൽ 2 ആളുകളുടെയും ഏജസ് തന്നിട്ടുണ്ട്. അതായത് അപ്പുവും റയാൻ എന്ന് പറയുന്ന 2 ആളുകളുടെ, 2 ബോയ്സിന്റെ ഏജസ് നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാണ് റേഷ്യോ? റേഷ്യോ എന്ന് പറയുന്നത് 3:4. ഓക്കെ അല്ലേ? 3:4. ഇനി ഇവരുടെ ഏജസിനെ നമുക്ക് എന്താക്കാം? റേഷ്യോയിൽ നിന്നും നമ്മൾക്ക് പ്രസന്റ് ഏജസ് എന്ന് പറയുന്നത് നമുക്ക് 3x-ഉം 4x-ഉം എന്ന് എടുക്കാം. 3x-ഉം 4x-ഉം. അതായത് അപ്പുവിൻ്റെ ഏജ് പ്രസന്റിൽ 3x-ഉം റയാന്റെ ഏജ് അറ്റ് പ്രസന്റിൽ 4x-ഉം എന്ന് നമുക്ക് എടുക്കാം. ഇത്രയുമാണ് ആദ്യത്തെ ഒരു കേസിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ ആണല്ലോ? ഇതാണ് നമ്മളുടെ അറ്റ് പ്രസന്റ്. അതിനെ നമ്മൾ ഒരു ബോക്സിലേക്ക് ഇട്ടു. അറ്റ് പ്രസന്റ്. ഇനി 5 വർഷം മുന്നേ ഉള്ള അവരുടെ ഏജസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ്. അതായത് 5 years ago. 5 വർഷം മുന്നേ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള നമ്മളുടെ പ്രായത്തിൽ നിന്നും 5 വയസ്സ് നമുക്ക് കുറവാണ്. ഇപ്പോൾ ഒരാൾക്ക് എന്താണ്? ഇപ്പോൾ ഒരു 10 വയസ്സുണ്ട്. 5 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ അയാൾക്ക് 5 വയസ്സാണ്. അപ്പൊ ഇവരുടെ വയസ്സ് എങ്ങനെ മാറും? 5 വയസ്സ് കുറവാണ്. 3x - 5-ഉം അപ്പുവിന്റെ 5 വർഷം മുന്നേ 3x - 5-ഉം മറ്റേ ആളുടെ 4x - 5-ഉം എന്ന് വന്നല്ലോ. ഇനി 5 വർഷം മുന്നേ ഉള്ള ഇവരുടെ ഏജസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുള്ളത്? 2:3. അതായത് 5 വർഷം മുന്നേ ഇവരുടെ ഉള്ള ഏജിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പുവിന്റെ പ്രസന്റ് ഏജ് ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ. ഇനി അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതായത് 5 വർഷം മുന്നേ 3x - 5-ഉം പിന്നെ അടുത്ത എത്രയാണ്? 4x - 5 അല്ലേ? ഒന്നുകൂടെ നോക്കിക്കേ. 5 വർഷം മുന്നേ ഉള്ള അപ്പുവിന്റെ ഏജ് 3x - 5-ഉം റയാന്റെ 4x - 5-ഉം അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 2:3. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. 3x - 5/4x - 5 എന്ന് പറഞ്ഞാൽ 2/3. ഓക്കെ അല്ലേ? റേഷ്യോ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, 2/3. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതായത് 3 × 3x - 5-ഉം which is equal to 2 × 4x - 5. ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി എന്താണ്? അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 9x - 15 is equal to 8x - 10. ഇനി എക്സ് കണ്ടുപിടിക്കുക. 9x - 8x is equal to -10 + 15. അതായത് എക്സ് എന്ന് പറയുന്നത് 5. മൈനസും പ്ലസും കൂടെ വരുമ്പോൾ ബലത്തിൽ മൈനസ് ചെയ്തിട്ട് ഏറ്റവും വലിയ നമ്പറിന്റെ സൈൻ ഇട്ട് കൊടുക്കുക. x5 കിട്ടി. ഇനി നമ്മൾക്ക് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? x5 കിട്ടി. പ്രസന്റ് ഏജ് ഓഫ് അപ്പു ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പുവിന്റെ പ്രസന്റ് ഏജ് എത്രയാണ്? 3x. അതായത് നമ്മൾ സോൾവ് ചെയ്തപ്പോൾ എക്സിന്റെ വാല്യൂ നമ്മൾക്ക് 5 എന്ന് കിട്ടി. നമ്മൾക്ക് വേണ്ടുന്ന എന്താണ്? അപ്പുവിന്റെ പ്രസന്റ് ഏജ് ആണ്. പ്രസന്റ് ഏജ് ഓഫ് അപ്പു ആണ് വേണ്ടുന്നത്. അപ്പുവിന്റെ പ്രസന്റ് ഏജ് എത്രയാ? 3x. അതായത് എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് 3 × 15. എത്രയാ?
സോറി 3 into 5, 3 into 5 which is equal to 15 years. കണ്ടോ, 15 വയസ്സാണ് ഇപ്പോൾ അപ്പുവിന് അറ്റ് പ്രസന്റ് ഉള്ളത്. ഓപ്ഷൻ എ. ഇപ്പുറത്ത് നമ്മൾ എന്താണ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് സോൾവ് ചെയ്തിട്ടുണ്ട്. അതായത് 5 years എഗോയിൽ അവരുടെ റേഷ്യോ 2/3 ആണ്. ഇത് സോൾവ് ചെയ്തിട്ട് നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു 5. അപ്പുവിന്റെ പ്രസന്റ് ഏജ് ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അപ്പുവിന്റെ പ്രസന്റ് ഏജ് നമുക്ക് 3x ആണെന്ന് അറിയാം. സോ 3 into 5 15 years ആണ് അപ്പുവിന്റെ പ്രസന്റ് ഏജ് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇതായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇനി 5th ക്വസ്റ്റ്യൻ, അതായത് ഇത് നമ്മളുടെ ട്രെയിൻ ഡിസ്റ്റൻസ് വരുന്ന ആ ഒരു പോർഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ ആണ്. ഹൗ മച്ച് ടൈം വിൽ എ ട്രെയിൻ ഓഫ് ലെങ്ത് 171 meters ടേക്ക് ടു ക്രോസ് എ ടണൽ ഓഫ് ലെങ്ത് 229 meters? ടണലാണ് ക്രോസ് ചെയ്തിരിക്കുന്നത്. ഇഫ് ഇറ്റ് ഈസ് റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് 30 km/h. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ PSC ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഓപ്ഷൻസിൽ ഈ ആൻസറിന്റെ ഈ ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ ഇല്ല. അതുകൊണ്ടാണ് PSC ഈ ചോദ്യം ഡ്രോപ്പ് ചെയ്തത്, ക്യാൻസൽ ചെയ്തത്. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾ കൊണ്ടുവന്നത് ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ സോൾവ് ചെയ്തെടുക്കാം എന്നുള്ളത് മനസ്സിലാക്കി പഠിപ്പിക്കാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ട് വന്നത്. ഇത് PSC ഇട്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ ഫൈനൽ വന്നപ്പോൾ ക്യാൻസലായി. കാരണം അതിൻ്റെ ഓപ്ഷൻസിൽ റൈറ്റ് ആൻസർ ഇല്ലായിരുന്നു. സോ നമ്മൾക്ക് എന്താ റൈറ്റ് ആൻസർ എന്താണെന്ന് വെച്ച് ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. നോക്കാം. ഈ ഒരു ട്രെയിനാണ്. ട്രെയിനിൻ്റെ കേസിൽ ട്രെയിനിൻ്റെ ലെങ്ത് എത്രയാണ്? 171 meters ആണ്. ഇനി ഈ ട്രെയിൻ എന്ത് ചെയ്തു? ഒരു ടണലിനെ ക്രോസ് ചെയ്തു. ടണലിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 229 meters ആണ്. ടണലിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 229 meters-ഉം ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 30 km/h ആണ്. ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 30 km/h. ഇങ്ങനെ ഈ ട്രെയിനിന്റെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു ട്രെയിൻ ഇങ്ങനെ പോകുന്നു. ആ ട്രെയിൻ എന്ന് പറയുന്നത് ഒരു ടണലിനെ ക്രോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ട്രെയിൻ എന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജിനെ ക്രോസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ ട്രെയിൻ ട്രാവൽ ചെയ്ത മൊത്തം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിന്റെ ലെങ്തും അതുപോലെ ഇത് ക്രോസ് ചെയ്തിട്ടുള്ള ടണലാണെങ്കിൽ ടണലിന്റെ ലെങ്ത്, അല്ലെങ്കിൽ ബ്രിഡ്ജ് ആണെങ്കിൽ ബ്രിഡ്ജിന്റെ ലെങ്ത്, അതും കൂടി ആഡ് ചെയ്യണം. കാരണം എന്താ, ട്രെയിൻ എന്ന് പറഞ്ഞാൽ അത്രയും ലെങ്ത് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അതിൻ്റെ ഫ്രണ്ട് എൻഡ് തൊട്ട് അതിൻ്റെ ബാക്ക് എൻഡ്, അതായത് റെയർ എൻഡും മൊത്തം കവർ ചെയ്ത് പോകണം. മനസ്സിലായോ? അപ്പോൾ ആ ട്രെയിൻ എന്ന് പറയുന്നത് ആ ടണലിനെ ക്രോസ് ചെയ്താലും ബ്രിഡ്ജിനെ ക്രോസ് ചെയ്താലും അതിൻ്റെ ലെങ്ത് മൊത്തവും കൂടി ആ ട്രെയിൻ കവർ ചെയ്ത് പോകണം. എങ്കിൽ മാത്രമേ ആ ട്രെയിൻ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം അത്രയും ആ ഒരു ടൈപ്പ് സ്ട്രക്ചറാണ് ട്രെയിൻ എന്ന് പറയുന്നത്. ഫ്രണ്ടും അതിൻ്റെ റെയറിൽ കിടക്കുന്ന ആ റെയർ എൻഡും കവർ ചെയ്ത് പോകണം അത്രയും ടണൽ. സോ അതാണ് ഈ ഒരു ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അതാണ്. അപ്പം ട്രെയിൻ ട്രാവൽ ചെയ്തിട്ടുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഒരു ട്രെയിനിൻ്റെ ലെങ്ത് 171-ഉം പിന്നെ ഇതിൻ്റെ ടണലിൻ്റെ ലെങ്തും. അപ്പം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അത് രണ്ടും ആഡ് ചെയ്ത് കിട്ടുന്നതാണ് എന്ത്? ഈ പറഞ്ഞിട്ടുള്ള ട്രെയിനിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 400 meter. ഇപ്പം ടണലിനെ ക്രോസ് ചെയ്തു. ഇപ്പം ബ്രിഡ്ജ് ആണെങ്കിൽ ബ്രിഡ്ജിൻ്റെ ലെങ്തും കൂടെ നമ്മൾ ആഡ് ചെയ്യണം, എങ്കിലേ ആ ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി, എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയാ? ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ഇൻറ്റു ടൈം. സോ ടൈം എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ നമുക്കറിയാമല്ലോ, ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഇൻറ്റു സ്പീഡ് എന്ന് പറയുമ്പം എന്താണ്? സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം. അത് നമ്മൾക്ക് ആ ഒരു പോർഷന് ടോപ്പിക് അറിയാമല്ലോ. അതറിയാത്തവർ ആ ഒരു പോർഷനിലുള്ള ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും, തെറ്റിപ്പോവും. അപ്പോൾ സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം എന്ന് പറയുന്ന ടോപ്പിക്കിലെ പോർഷനാണിത്. നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഒരു മാർഗം പറഞ്ഞു തരാം. ഇപ്പം സ്പീഡിൻ്റെ അറിയാത്തവർക്കാണെങ്കിൽ സ്പീഡിൻ്റെ യൂണിറ്റ് എന്താണ്? km/h. അതായത് ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണല്ലോ കിലോമീറ്റർ, ടൈമിൻ്റെ യൂണിറ്റ് ആണല്ലോ അവർ. അപ്പം ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പം ഈ ഒരു സംഭവം കീപ്പ് ചെയ്യുക, അതായത് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അത് നമ്മളുടെ മനസ്സിൽ വെക്കുക. എന്നിട്ട് ഇത് ഇക്വേഷനകത്തു നിന്ന് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡാണ്. ഓക്കെ, ഈ ഒരു ഇത് എന്താണ്?
പെട്ടെന്ന് ഇക്വേഷൻസ് സ്ട്രൈക്ക് ആവാത്തവർ ഇങ്ങനെ ചിന്തിക്കുക. സ്പീഡ്, അതായത് സ്പീഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവർ ആണ്. കിലോമീറ്റർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, അവർ എന്ന് പറയുന്നത് ടൈം ആണ്. സോ സ്പീഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം നമ്മുടെ മനസ്സിലേക്ക് വന്നു. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അത് നമ്മുടെ മൈൻഡിൽ സെറ്റായി. അപ്പോൾ അതിൽ നിന്ന് എന്താണ് നമുക്ക് ഡിസ്റ്റൻസിന്റെ കിട്ടും, അല്ലെങ്കിൽ ടൈമിന്റെ കിട്ടും. ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടി? സ്പീഡ് യൂണിറ്റ് കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പോൾ ഇതിന്റെ യൂണിറ്റ്, ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് d/t ആണ്. നമുക്ക് t ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ എസിനെ താഴോട്ട് കൊണ്ടുവന്നാൽ മതി. സോ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഇനി നോക്കിയേ, ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടി 400. ഇനി സ്പീഡ് എത്രയാണ്? ഇവിടെ 400 മീറ്റേഴ്സ് ആണ്. അതുപോലെ സ്പീഡ് എന്ന് പറയുന്നത് 30 കിലോമീറ്റർ പെർ അവർ ആണ്. പക്ഷെ നമ്മളുടെ ഓപ്ഷൻസ് സെക്കൻഡ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചിട്ടില്ലേ, കിലോമീറ്റർ പെർ അവർ സ്പീഡിനെ, അതായത് കിലോമീറ്റർ പെർ അവർ സ്പീഡിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്താണ്? കിലോമീറ്റർ പെർ അവർ സ്പീഡിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ നേരെ തിരിച്ചാണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇങ്ങനെ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുപോലെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ നമുക്ക് കിലോമീറ്റർ പെർ അവർ ആയതുകൊണ്ട് തന്നെ സ്പീഡ് എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു? 30 കിലോമീറ്റർ പെർ അവർ ആണ്. സോ 30 × 5/18. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടൈം കിട്ടും. ടൈം ഈസ് ഈക്വൽ ടു എന്താണ്? 400. ഇവിടുന്ന് തന്നെ നമുക്കൊന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. നമ്മളിവിടെ 15, 9, ഇവിടെ 5 3s are 15, 3 3s are. അപ്പോൾ 25/3 വരും. 400 × 3/25. 25/3നെ നമ്മൾ എന്താക്കി? റെസിപ്രോക്കൽ എടുത്ത് മുകളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം 30 കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ആക്കിയപ്പം 30 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് വന്നപ്പോൾ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്കത് 25/3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടുന്നു. ആ മീറ്റർ പെർ സെക്കൻഡിനെ നമ്മൾ ഇവിടെ ഡിവൈഡ് ആയതുകൊണ്ട് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്കപ്പം കിട്ടും. ഇനി എന്ത് ചെയ്യുക? ഇതൊന്ന് ജസ്റ്റ് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ മതി. 400 എന്ന് പറയുമ്പം 80 × 5, 5 5s are 25. 80 വരുമ്പം ഇവിടെ നമ്മൾ കട്ട് ചെയ്യുമ്പം 80/5 എത്രയാണ്? 16. സോ 16 × 3, 48 സെക്കൻഡ്സ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. പക്ഷേ 48 സെക്കൻഡ് എന്നുള്ളത് നമ്മളുടെ ഓപ്ഷനിൽ ഇല്ല. അതുകൊണ്ട് PSC ഫൈനൽ ആൻസർക്ക് വന്നപ്പോൾ ഇതങ്ങ് ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞു. സോ ഇവിടുത്തെ ആൻസർ എത്രയാണ്? ഈ ഓപ്ഷൻ വെട്ടിയിട്ട് നമുക്ക് 48 സെക്കൻഡ് എന്ന് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ആൻസർ. കാരണം ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണ്ടേ. സോ 48 സെക്കൻഡ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ആദ്യം എന്ത് ചെയ്തു? ട്രെയിനിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 171 മീറ്റേഴ്സ്. ടണലുണ്ട് 229. ഈ ടണലിനെയാണ് ഇത് ക്രോസ് ചെയ്ത് പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്രണ്ട് തൊട്ട് റെയർ എൻഡ് വരെയും ഇത് ഇത്രയും ടണലിനെ കവർ ചെയ്ത് പോകണമെങ്കിൽ അത്രയും ഡിസ്റ്റൻസ് ഇത് കവർ ചെയ്യണം. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ട്രെയിനിൻ്റെ ലെങ്തും ഈ ടണലാണെങ്കിൽ ടണലിൻ്റെ ലെങ്തും കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അത് എപ്പോഴും ഇത് മനസ്സിൽ ചിന്തിക്കുക. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പം ഡിസ്റ്റൻസ് സ്പീഡ് ഇൻറ്റു ടൈം. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ സെക്കൻഡ്സിലാണ് ഓപ്ഷൻ ടൈം കൊടുത്തിരിക്കുന്നത്, മീറ്ററിലാണ് ഡിസ്റ്റൻസ്. സോ കിലോമീറ്റർ പെർ അവർ സ്പീഡിനെ നമ്മൾ എന്ത് ചെയ്യുക? മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടി 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 25/3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 48 സെക്കൻഡ് എന്ന് വന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതെന്താണ്? സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ ഒരു ലെറ്റർ സീരീസ് വന്നിട്ടുള്ളത്. വാട്ട് വിൽ കം ഇൻ ദ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക്? ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ഥാനത്ത് എന്ത് വരും? ഇവിടെ തന്നിട്ടുണ്ട് EG, HJ, KM. ഇതേപോലത്തെ നമ്പർ സീക്വൻസും ലെറ്റർ സീരീസും ഒക്കെ ചോദിക്കും. എന്ത് ചെയ്യുക? കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിയേ, ആൽഫബറ്റ് സീക്വൻസിൽ എന്താണ് ഇവിടുത്തെ റിലേഷൻ?
ഇവിടെ EG, ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ലെറ്റർ ഏതാണ്? EFG. ഇത് നോക്കിക്കഴിഞ്ഞ് കോമ കഴിഞ്ഞ് അടുത്ത വന്നിരിക്കുന്ന എന്താണ്? കറക്റ്റ് ഓർഡർ തന്നെയാണ്. EFGH. ഇതിന്റെ ഗ്യാപ്പിൽ എന്താ ഉള്ളത്? IJ. അത് കറക്റ്റ് ഓർഡർ തന്നെയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു ലെറ്ററിന്റെ എന്ത് മാത്രമേ ഉള്ളൂ? കുറവ് മാത്രമേ ഉള്ളൂ. ഇത് കറക്റ്റ് ഓർഡറിലാണ്. MN ഇവിടെ വന്നിരിക്കുന്നത് OP. അപ്പൊ എന്തായിരിക്കും വരുന്നത്? EFG, HIJ, KLM, NOP. അപ്പൊ പിയുടെ അടുത്ത് ഏതാണ്? Q. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരാളുടെ ഗ്യാപ്പ് ഉണ്ട്, അതായത് QR. ഇവിടെ ആരാ പിന്നെ അടുത്ത് വരുന്നത്? S. അപ്പൊ ഏതാ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ A. മനസ്സിലായോ? അതായത് ഇവിടെ കറക്റ്റ് ഓർഡറിലാണ്. ഇതിന്റെ ഈ രണ്ടെണ്ണത്തിന്റെ ഇടയ്ക്ക് ഒരു നമ്പർ മിസ്സിംഗ് ആണ്, ഒരു ലെറ്റർ മിസ്സിംഗ് ആണ്, ഒരു ആൽഫബറ്റ് മിസ്സിംഗ് ആണ്. അപ്പൊ EFG. പക്ഷെ ഈ കോമ കഴിഞ്ഞ് അടുത്ത സീക്വൻസ്, അടുത്ത ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന എന്താണ്? സെയിം നമ്പർ തന്നെയാണ്, സെയിം ആൽഫബറ്റ് ആണ്, ഒരു വ്യത്യാസമില്ല. അടുത്ത നെക്സ്റ്റ് ആൽഫബറ്റ് ആണ്. അപ്പം EFG അതേപോലെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. EFG, HIJ, KLM, NOP. അപ്പൊ എന്താണ് അടുത്ത? PQR, ഇവിടെ S, QS. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മളുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റിലെ ഒരു ടോപ്പിക്കാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് മണി. ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് മണി ഈസ് ഈക്വൽ ടു ദ പ്രിൻസിപ്പൽ ആൻഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ഈസ് ഈക്വൽ ടു ദ റേറ്റ് പേഴ്സൺ പെർ ആനം. ഫൈൻഡ് ദ റേറ്റ് പേഴ്സൺ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രിൻസിപ്പൽ എമൗണ്ടിന് ഈക്വൽ ആണ്. അതുപോലെ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് റേറ്റ് പെർസെൻറ്റേജിനും ഈക്വൽ ആണ്. നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എത്രയാണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PRT/100. P എന്താണ്? P എന്ന് പറയുന്നത് നമ്മളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. അതായത് നമ്മൾ ഒരു എമൗണ്ട് ആദ്യം ഉണ്ടല്ലോ, ആ ഒരു എമൗണ്ടിനാണല്ലോ നമ്മൾ പലിശ വാങ്ങുന്നത്. സോ R എന്ന് പറയുന്നത് എത്ര ശതമാനം പലിശ എന്നുള്ളത്, ദാറ്റ് ഈസ് റേറ്റ് പെർസെൻറ്റേജും. T എന്ന് പറയുന്നത് എത്ര വർഷത്തേക്കാണ്, അതായത് നമ്പർ ഓഫ് ഇയേഴ്സുമാണ്, ടൈം പീരീഡ് ആണ്, അതായത് എത്ര വർഷത്തേക്കാണ് എന്നുള്ളതാണ്. അപ്പൊ PRT/100 ആ ഇക്വേഷൻ നമുക്കറിയാം. ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്താ പറഞ്ഞേക്കുന്നത്? ഒരു സർട്ടൺ സം ഓഫ് മണിയുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതും പ്രിൻസിപ്പൽ എമൗണ്ടിന് ഈക്വൽ ആണ്. സോ എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ടിന് ഈക്വൽ ആണ്. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് മണി ഈസ് ഈക്വൽ ടു ദ പ്രിൻസിപ്പൽ. ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ടിന് ഈക്വൽ ആണ്. സോ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ അവിടെ നമുക്ക് എന്ത് എഴുതാം? P, പ്രിൻസിപ്പൽ എമൗണ്ട് എഴുതാം, ഈക്വൽ ടു P ഇൻറ്റു പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? നമ്പർ ഓഫ് ഇയേഴ്സും റേറ്റ് പെർസെൻറ്റേജും ഈക്വൽ ആണ്. അപ്പം ആറിൻ്റെ അവിടെ 6 തന്നെ. T എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. സോ നമ്പർ ഓഫ് ഇയേഴ്സും റേറ്റ് പെർസെൻറ്റേജും ഈക്വൽ ആണെങ്കിൽ റേറ്റ് പെർസെൻറ്റേജ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മളുടെ ഇക്വേഷൻ ഈ ഒരു രൂപത്തിലായി. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ടിന് ഈക്വൽ ആണ്. പിന്നെ അതിനുശേഷം പറഞ്ഞിട്ടുണ്ട് നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് റേറ്റ് പെർസെൻറ്റേജിനും ഈക്വൽ ആണ്. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇനി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 100P ഈസ് ഈക്വൽ ടു PR സ്ക്വയർ. R ഇൻറ്റു R എത്രയാ? R സ്ക്വയർ. ഇനി നമുക്ക് R സ്ക്വയർ കണ്ടുപിടിക്കേണ്ടത് കൊണ്ട്, റേറ്റ് കണ്ടുപിടിക്കുന്നത് കൊണ്ട് ആറിനെ നമ്മൾ ഒരു വശത്തേക്കാക്കി. സോ 100P/P. ഈ PR സ്ക്വയറിലെ P ഇങ്ങോട്ട് വന്നു. അപ്പം ഈ പിയും കട്ടായിപ്പോയി. പിന്നെ R സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 എന്ന് വന്നു. അപ്പം R എന്ന് പറയുന്നത് √100. √100 എത്രയാണ്? 10. അപ്പം 10% ആണ് നമ്മളുടെ എന്ത് ഈ പറഞ്ഞ ക്വസ്റ്റ്യനകത്തെ റേറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10%. ഓക്കെ അല്ലേ? എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ? നമുക്കറിയാം PRT/100. ആ PRT/100ലെ P പ്രിൻസിപ്പൽ എമൗണ്ട്, R റേറ്റ്, ടൈം അല്ലെങ്കിൽ N എന്നും ചില ഇക്വേഷൻസിനകത്ത് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. PNR/100 എന്നും ഉണ്ട്, PRT എന്നും ഉണ്ട്. അതിൽ T എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, N ആയാലും N റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഇയേഴ്സ് തന്നെ. ഇനി സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന പ്രിൻസിപ്പൽ എമൗണ്ടിന് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. സോ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ സ്ഥാനത്ത് നമ്മൾ P എഴുതി. അതുപോലെ തന്നെ P ടൈം ഓഫ് നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്ന റേറ്റ് പെർസെൻറ്റേജിന് ഈക്വൽ ആണ്. സോ P ഇൻറ്റു R/100. ഇനി നമ്മൾ എന്താണ് സോൾവ് ഔട്ട് ചെയ്തെടുത്തു. R എന്ന് പറയുന്നത് 10% ആണ്. അപ്പൊ ഇത്ര ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കിലെ ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റിയത്. ഇനി അടുത്തത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ
ബോട്ട് മാസ് സെക്ഷനകത്ത് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബോട്ട് മാസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ബോട്ട് മാസ് എന്ന് പറയുന്നത് എന്താണ്, ചെറിയൊരു ടോപ്പിക്കാണ്. പക്ഷേ ഈ ബോട്ട് മാസിന്റെ വലിയ ക്വസ്റ്റ്യൻസ്, അതായത് ബ്രാക്കറ്റ്സും ഓർഡേഴ്സും മറ്റ് ഓപ്പറേഷൻസും എല്ലാം ഒരുമിച്ച് വരുന്ന ടഫായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു സെക്ഷൻ നമ്മളുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അത് മൊത്തം PYQs ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇതിലും കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത് എന്താണ്, അറിയാത്ത ടോപ്പിക്കാണ് നിങ്ങൾക്കെങ്കിൽ ആ ഒരു സെക്ഷൻ നിങ്ങൾ കാണുക, ആ ഒരു ക്ലാസ് കാണുക. ഇതിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള PYQs ആണ്. അതപ്പം നിങ്ങൾ ഫുൾ ആ ഒരു സെക്ഷൻ തന്നെ ബോട്ട് മാസ് ആണ്, അതെടുത്ത് നിങ്ങൾ കണ്ടു പഠിക്കുക. ഇപ്പം ഇത് ബോട്ട് മാസ് എന്നുള്ളൊരു ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആണ്. അതായത് 10 + 10 × 10 ഡിവൈഡഡ് ബൈ 10 - 10 അല്ലേ, ഡിവൈഡഡ് ബൈ എന്താണ് ക്വസ്റ്റ്യൻ നോക്കിയേ, 10 + 10 × 10 എല്ലാം ടെന്നുകളുടെ ഒരു കളിയാണ്. 10 - 10 നോക്കിക്കോ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു. ബോട്ട് മാസിന്റെ സെക്ഷൻ ഞാൻ മൊത്തം എടുത്തതാണ്, അത് കാണാത്തവരൊന്ന് കാണുക. അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു റൂൾ ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ. സോ എത്രത്തോളം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന അപ്പോഴേ ഈ ഒരു പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് ബോട്ട് മാസിന്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ബോട്ട് മാസിലെ ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ്, ഒ എന്ന് പറഞ്ഞാൽ ഓർഡേഴ്സ് അല്ലെങ്കിൽ ഡിവിഷൻ, ഓർഡേഴ്സ് അല്ലെങ്കിൽ ഓഫ്, ഡി എന്ന് പറയുന്നത് ഡിവിഷൻ, എം മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ എ എന്ന് പറയുന്നത് അഡീഷൻ, ദെൻ എസ് എന്ന് പറയുന്നത് സബ്ട്രാക്ഷൻ. എന്താണ് ബോട്ട് മാസ് റൂള്? ഈ ഒരു റൂൾ അനുസരിച്ചിട്ട് കുറേ അധികം അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് നമ്മളുടെ ഒരു ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഏതിന് പ്രയോറിറ്റി കൊടുത്ത് ആദ്യം ചെയ്യണം എന്നുള്ള ഒരു റൂളാണ് ബോട്ട് മാസ് റൂൾ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനകത്ത് ബ്രാക്കറ്റ്സുകൾ ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെയ്യുക, ഓഫ് ഉണ്ടെങ്കിൽ ഓഫ് കൊടുക്കുക, ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ ഓർഡേഴ്സ് കൊടുക്കുക. ഡി ഡിവിഷൻ പ്രയോറിറ്റി, അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ, അതിനുശേഷം അഡീഷൻ, ലാസ്റ്റ് ആണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഇതാണ് നമ്മളുടെ ബോട്ട് മാസ് റൂൾ. ഈ ഒരു റൂൾ അനുസരിച്ചിട്ട് ഫസ്റ്റ് നമ്മളുടെ ക്വസ്റ്റ്യനകത്ത് ആരാദ്യം കിടക്കുന്നത്, ഡിവിഷൻ ആണ് അല്ലേ. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ബ്രാക്കറ്റും ഓഫും ഒന്നും ഇല്ല, സോ ഡിവിഷൻ ആണ്. അപ്പം ഡിവിഷൻ ചെയ്യുക ഫസ്റ്റ്. 10 + 10 × 10 ഡിവൈഡഡ് ബൈ 10 എത്രയാണ്, 1 × 1 - 10. ഇനി അടുത്ത ആർക്ക് പ്രയോറിറ്റി കൊടുക്കണം, മൾട്ടിപ്ലിക്കേഷന്. സോ 10 × 1, അപ്പം 10 × 1 10 തന്നെ. 10 + 10 - 10. ഇനി എന്താണ് 20, രണ്ടും കൂടെ ആഡ് ചെയ്യണം, അടുത്ത അഡീഷൻ ആണ്. 10 + 10 20 - 10, ലാസ്റ്റ് സബ്ട്രാക്ഷൻ. ആൻസർ എത്ര കിട്ടി, 10. ഓപ്ഷൻ ബി 10. അപ്പൊ ഇത് ചെറിയൊരു ബോട്ട് മാസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് ബ്രാക്കറ്റ്സും ഓഫും ഓർഡേഴ്സും ഒക്കെ വരുന്ന PYQസിന്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. അപ്പം ഇത് എന്താണ്, കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ആവശ്യമുള്ളവർ ആ സെക്ഷൻ എടുത്ത് കണ്ട് പഠിക്കുക. ഇനി അടുത്തതും ഒരു ട്രെയിനിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണ്, ഹൗ ലോങ് വിൽ എ 150 മീറ്റർ ലോങ് ട്രെയിൻ റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് 60 km/h ടേക്സ് ടു ക്രോസ് ദ ബ്രിഡ്ജ് ഓഫ് 300 മീറ്റർ ലോങ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത്. അതായത് 150 മീറ്റർ ലോങ് ഉള്ള ട്രെയിൻ ഇവിടെ ക്രോസ് ചെയ്തിരിക്കുന്നത് ഒരു ബ്രിഡ്ജിനെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ടണൽ ആണെങ്കിലും ബ്രിഡ്ജ് ആണെങ്കിലും ട്രെയിൻ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫ്രണ്ട് എൻഡിൽ നിന്നും റെയർ എൻഡിലേക്ക് മീൻസ് അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്ത് പോകുമ്പോൾ ഏത് സ്ട്രക്ചറിനെയാണോ ക്രോസ് ചെയ്യുന്നത് അതിൻ്റെ ലെങ്തും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ട്രെയിൻ കവർ ചെയ്തിട്ടുള്ള ആ ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ട്രെയിനിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, 150 മീറ്റർ. പിന്നെ പറഞ്ഞിട്ടുള്ള ബ്രിഡ്ജ് ആണ് ഇവിടെ ക്രോസ് ചെയ്തിരിക്കുന്നത്. സോ ബ്രിഡ്ജിന്റെ ലെങ്ത് എത്രയാണ്, 300 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ട്രെയിൻ ക്രോസ് ചെയ്തിട്ടുള്ള, ട്രെയിൻ കവർ ചെയ്തിട്ടുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 150 + 300, രണ്ടിൻ്റെയും ലെങ്ത് കൂട്ടണം, അപ്പോഴാണ് നമുക്ക് ഡിസ്റ്റൻസ് കിട്ടുന്നത്. അതായത് 450 മീറ്റേഴ്സ്. 450 മീറ്റേഴ്സ് ആണ് ട്രെയിൻ ട്രാവൽ ചെയ്തിട്ടുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, സ്പീഡാണ്. സ്പീഡ് എന്ന് പറയുന്നത് 60 km/h. നമ്മൾക്ക് ടൈം കണ്ടുപിടിക്കണം, സെക്കൻഡ്സിലായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, km/h മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, 60 km/h ക്വസ്റ്റ്യനകത്ത് km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ നമ്മൾ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്താണ്, km/h
മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയാണ് കിട്ടുന്നത്? കട്ട് ചെയ്ത് നോക്കുക. ഇവിടെ 20 × 3 60, 6 × 3 18, ഇവിടെ 10ഉം 3ഉം. അപ്പോൾ നമുക്ക് 50/3 മീറ്റർ പെർ സെക്കൻഡ് ആണ് കിട്ടിയത്. 50/3 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ടൈം അല്ലേ? ടൈം ഈസ് ഈക്വൽ ടു, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ കേസ് ഓർക്കുക. സ്പീഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആയതുകൊണ്ട് തന്നെ ടൈം എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് നമ്മളുടെ ഇക്വേഷൻ. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 450, 450. സ്പീഡ് എന്ന് പറയുമ്പോൾ 50/3. അപ്പം അങ്ങനെ വരുമ്പം ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 450/3 × 50 എത്രയാണ്? ഇത് കട്ടായി പോകുമ്പോൾ 9:27 സെക്കൻഡ്സ്. ഇവിടെ എത്രയാണ് ആൻസർ വന്നത്? നമ്മളുടെ ഓപ്ഷൻ ഡി 27 സെക്കൻഡ്സ് ആണ് ഇവിടുത്തെ ആൻസർ കിട്ടിയത്. എന്താണ് ഇവിടെ കവർ ചെയ്തു പോകുന്നത്? ബ്രിഡ്ജാണ്. ബ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെയും എന്താണ് ട്രെയിനിന്റെ ലെങ്തും ബ്രിഡ്ജിന്റെ ലെങ്തും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടുന്നു. ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് km/h സ്പീഡിലുള്ളതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിനുവേണ്ടി 5/18 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 60 × 5/18, അപ്പോൾ 50/3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടി. കാൽക്കുലേറ്റ് ചെയ്യുക. ടൈം എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. എന്നിട്ട് നമ്പേഴ്സ് അതിൽ ഇട്ട് കൊടുത്ത് സോൾവ് ചെയ്യുമ്പം 27 സെക്കൻഡ്സ് എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് പെർസെൻറ്റേജ് ടോപ്പിക്കിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? ഇൻ ആൻ എക്സാമിനേഷൻ 86% ഓഫ് ദ കാൻഡിഡേറ്റ്സ് പാസ്ഡ് ആൻഡ് 224 ഫെയിൽഡ്. ഹൗ മെനി കാൻഡിഡേറ്റ്സ് അപ്പിയർഡ് ഫോർ ദി എക്സാം? അതായത് ഒരു എക്സാം നടക്കുകയാണ്. അതിൽ എക്സാം അറ്റൻഡ് ചെയ്ത കുട്ടികളിൽ കാൻഡിഡേറ്റ്സിൽ 86% ആളുകൾ പാസ്സായി. അതിൻ്റെ അർത്ഥം എന്താണ്? 100% കുട്ടികളിൽ 86% കുട്ടികൾ പാസ്സായി കഴിഞ്ഞാൽ ബാക്കി 14% കുട്ടികൾ തോറ്റു. അതിൽ തോറ്റ കുട്ടികളുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട്. അതായത് 224 സ്റ്റുഡൻസ് ഫെയിൽഡായി. അങ്ങനെയാണെങ്കിൽ ആ ഒരു എക്സാമിന് എത്ര കുട്ടികൾ പങ്കെടുത്തു എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമുക്കൊരു തന്നിട്ടുണ്ട് 86% കാൻഡിഡേറ്റ്സ് പാസ്സായി. അതിൻ്റെ അർത്ഥം എന്താണ്? ബാക്കിയുള്ള 14% ആളുകൾ എന്തായിപ്പോയി? ഫെയിലായിപ്പോയി. അങ്ങനെ വരുമ്പം ഫെയിൽ ആയിട്ടുള്ള ആളുകളുടെ എണ്ണം നമുക്ക് തന്നു. 224 സ്റ്റുഡൻസ് ഫെയിൽഡായി. 224 കുട്ടികൾ ഫെയിൽഡായി. അങ്ങനെ വരുമ്പോൾ എന്താണ്? ടോട്ടൽ കാൻഡിഡേറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ കാൻഡിഡേറ്റ്സിനെ നമുക്ക് എന്തെഴുതാം? എക്സ് എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ടോട്ടൽ കാൻഡിഡേറ്റ്സിനെ നമുക്ക് എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ തോറ്റ ആളുകളുടെ എണ്ണം ഉണ്ടല്ലോ, അതായത് എക്സ് കാൻഡിഡേറ്റ്സിലെ 14% കുട്ടികൾ തോറ്റു. അത് അതിൻ്റെ എണ്ണം തന്നിട്ടുണ്ട് 224. ഇനി എന്ത് ചെയ്യുക? ഇവിടെ നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കിട്ടിക്കഴിഞ്ഞു. എന്താണ്? 14x ഈസ് ഈക്വൽ ടു 224 × 100. എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഈസ് ഈക്വൽ ടു 224 × 100 ഡിവൈഡഡ് ബൈ 14. ഇനി എന്താണ്? ഇതൊന്ന് ഇവിടുന്ന് തന്നെ വെട്ടാം. 112 7. എന്താണ്? 112 7 ഉണ്ടല്ലോ. എത്രയാണ്? 1 7 42 6 7 42. ഓക്കെ, അപ്പം എത്രയാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഇവിടെ 16. അപ്പം 1600. അതായത് 1600 കാൻഡിഡേറ്റ്സ് ആയിരുന്നു ആ എക്സാമിന് പാസ്സായിട്ടുള്ളത്. എന്താണ്? ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. പെർസെൻറ്റേജിൻ്റെ ടോട്ടൽ കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ 86% കുട്ടികൾ പാസ്സായി. അപ്പോൾ ബാക്കി എന്താണ്? 14% വരുന്ന കുട്ടികൾ തോറ്റു. തോറ്റ കുട്ടികളുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട് 224. അപ്പോൾ നമ്മൾ ടോട്ടൽ കാൻഡിഡേറ്റ്സിനെ എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. അതിലെ 14% കുട്ടികൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ എന്താണ്? 14/100 × എക്സ് എന്ന് പറയുന്നതാണ് ഈ 224. ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എക്സ് കിട്ടും. എക്സ് എന്ന് പറയുന്നതായിരുന്നു നമ്മളുടെ ടോട്ടൽ കാൻഡിഡേറ്റ്സ് റെപ്രസെന്റ് ചെയ്ത് കൊടുത്തിരുന്നത്. ഇപ്പോൾ 1600 ഓപ്ഷൻ നമ്പർ സി ആണ് നമ്മളുടെ ആൻസർ. ഇനി അടുത്തത്. ഓക്കെ, ഇത് നമ്മളുടെ ഏത് ടോപ്പിക്കാണെന്നറിയാമോ? ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ടൈം ആൻഡ് വർക്ക്.
നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ടൈം ആൻഡ് വർക്ക്. എന്താണ് ക്വസ്റ്റ്യൻ? രാജു ആൻഡ് ടോം ടുഗദർ, രാജുവും ടോമും ക്യാൻ ടുഗദർ, രാജു ആൻഡ് ടോം ക്യാൻ ഡു എ വർക്ക് ഇൻ 10 days. അതായത് രാജുവും ടോമും കൂടി, നമുക്കറിയാവുന്ന സാധനങ്ങൾ ഇവിടെ എഴുതി വെക്കാം. രാജുവും ടോമും കൂടെ ഒരു ജോലി എന്താണ് 10 ദിവസം കൊണ്ട് രണ്ടുപേരും കൂടെ ചെയ്തു തീർക്കും. ഇനി അടുത്ത 2 പേരുണ്ട്, അതായത് ടോമും അപ്പുവും. ടോം ആൻഡ് അപ്പു ടുഗദർ ക്യാൻ ഡു ഇറ്റ് ഇൻ 12 days. അവർ രണ്ടും കൂടെ ചേർന്നിട്ട് 12 ദിവസം കൊണ്ട് അത് ചെയ്തു തീർക്കും. ഇനി അടുത്ത 2 പേര്, അതായത് അപ്പുവും രാജുവും കൂടി ഈ ഒരു ജോലി 15 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇവർ 3 പേരും കൂടെ ഒരുമിച്ചാൽ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? അതായത് രാജുവും ടോമും അപ്പുവും കൂടി 3 പേരും കൂടെ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ ഒരു ടൈം ആൻഡ് വർക്കിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾക്ക് എത്രത്തോളം ഒരു ജോലി ചെയ്യാനുള്ള കഴിവ്, എഫിഷ്യൻസി ഉണ്ടോ, നമ്മൾ എത്രത്തോളം ഒരു വർക്ക് ചെയ്യാൻ എഫിഷ്യൻ്റ് ആണോ, അത്രയും എഫിഷ്യൻസി ഉള്ള ഒരാൾ വളരെ കുറച്ച് ദിവസം കൊണ്ട് ആ ജോലി ചെയ്തു തീർക്കും. അതേസമയം ഒരു വർക്ക് ചെയ്യാൻ ലെസ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ്, കുറേ ദിവസങ്ങൾ കൂടും, മീൻസ് കുറേ ദിവസങ്ങൾ വേണ്ടി വരും അവർക്ക് ആ ജോലി ചെയ്യാൻ. അപ്പോൾ ഈ വർക്ക് എന്ന് പറയുന്നത് എഫിഷ്യൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇപ്പം ഇതിനൊരു റിലേറ്റഡ് ഫാക്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ എഫിഷ്യൻസിയെ ഡിപ്പെൻഡ് ചെയ്യും. ഒരാൾ ഒരു ജോലിയിൽ അത്രയും പ്രഗത്ഭനാണ്, അത്രയും എഫിഷ്യൻ്റ് ആണ് എങ്കിൽ അയാൾ വളരെ പെട്ടെന്ന് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ആ ജോലി ചെയ്തു തീർക്കും. അതേസമയം ലെസ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ജോലിയാണെങ്കിൽ, മീൻസ് ആ വർക്കിൽ അയാൾ ലെസ് എഫിഷ്യൻ്റ് ആണെങ്കിൽ എന്താണ്, ഹി ക്യാൻ ഡു ദാറ്റ് വർക്ക് ഓൺലി ഇൻ സർട്ടൺ ഡേയ്സ്. കുറേ ഫ്യൂ ഡേയ്സ് വേണ്ടി വരും ആ പുള്ളിക്കാരൻ ആ ഒരു ജോലി ചെയ്തു തീർക്കാൻ വേണ്ടി. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലോ അയാൾ വളരെ കുറച്ചിട്ട് ലെസ് ഡേയ്സ്, അതായത് ലെസ് ടൈം പീരീഡിനുള്ളിൽ ആ ഒരു വ്യക്തി ആ ഒരു ജോലി ചെയ്തു തീർക്കും. മനസ്സിലായോ? അപ്പോൾ അതാണ് ഈ ഒരു ടൈം ആൻഡ് വർക്കിന്റെ ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2 പേരുടെ കോമ്പിനേഷൻ വന്നിട്ടാണ് ഈ ഒരു ജോലികൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടുന്ന എന്താണ്, ഈ 3 ആളുകളും കൂടെ ഒരുമിച്ചാൽ എത്ര ദിവസം കൊണ്ട് ഇത് ചെയ്തു തീർക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ആദ്യം ഈ വ്യക്തികളുടെ 1 days വർക്ക് നമ്മൾ കണ്ടുപിടിക്കാം. ആദ്യത്തെ കേസിൽ എന്താണ്, രാജുവും ടോമിൻ്റെയും 10 days ആണ് അല്ലേ. അപ്പം നമ്മൾ രാജു ടോം ഇവരുടെ ഒരു ദിവസത്തിന് 1 day വർക്ക്, അതായത് ഒരു ദിവസം ഇവർ 10 ദിവസം കൊണ്ടല്ലേ ആ ഒരു ജോലി ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം ഇവർ എത്ര വർക്ക് ചെയ്യും? 1/10. മനസ്സിലായോ? 10 ദിവസം കൊണ്ടാണ് ഇവർ ആ ഒരു ജോലി ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസത്തെ ഇവരുടെ 1 day വർക്ക് എന്ന് പറയുന്നത് 1/10 ആണ്. അതുപോലെ ടോമും അപ്പുവും അവരുടെ 1 day വർക്ക് എന്ന് പറഞ്ഞാൽ അവർ 12 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്നു. അപ്പൊ അവരുടെ 1 day വർക്ക് എന്ന് പറഞ്ഞാൽ 1/12. അതുപോലെ അപ്പുവും രാജുവും അവർ 15 ദിവസം കൊണ്ട് 15 daysനുള്ളിൽ അവര് ചെയ്ത് തീർക്കുന്നു. അപ്പൊ അപ്പു രാജു എന്ന് പറയുന്ന അവരുടെ 1 day വർക്ക് എന്ന് പറഞ്ഞാൽ 1/15 ആണ്. ഇനി നമുക്ക് വേണ്ടുന്ന എന്താണ്, ഈ 3 ആളുകളും എത്ര ദിവസത്തിനുള്ളിൽ ചെയ്യും? അപ്പൊ ഇവരുടെ 1 day വർക്ക് നമ്മളുടെ കയ്യിലുണ്ട്. അപ്പം ഈ 3 ആളുകളുടെയും കൂടെ 1 day വർക്ക് നമ്മൾ ടോട്ടൽ എടുക്കാം. എന്താണ്, ഈ ഇത്ര ആളുകളുടെ, അതായത് രാജു, ടോം, അപ്പു, ഇവിടെ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഇവരുടെ ഒരു ദിവസത്തെ 1 day വർക്ക് എടുത്ത് റെസിപ്രോക്കൽ എടുത്താൽ ആ ഡേയ്സ് നമുക്ക് കിട്ടും. ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി നമ്മൾ ഒരു 1/2 വെളിയിൽ ഇട്ടേക്കണം. കാരണം എന്താണ്, ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം 2 പേരുടെ കോമ്പിനേഷനാണ് വരുന്നത്. ഈ 1/10 എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് രാജുവും ടോമും ഉണ്ട്. സെക്കൻഡ് കേസ് വരുമ്പോൾ ടോമും അപ്പുവും ഉണ്ട് 1/12. അതുപോലെ തേർഡ് കേസ് വരുമ്പോൾ അപ്പു രാജുവും ഉണ്ട്. അപ്പൊ ഇത് ഒരുമിച്ച് നമ്മൾ എന്താണ് എഴുതി 1/2 വെളിയിൽ കൊടുത്തില്ലെങ്കിൽ ഇരട്ടി വർക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? അത് മീൻസ് 2 ആളുടെ വർക്ക് വരുമ്പോൾ ദിവസം കുറഞ്ഞായിരിക്കും വരുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾക്ക് എന്താണ് കൃത്യമായിട്ടുള്ള ആൻസർ വേണം. അപ്പൊ നമ്മൾ ഒരാളുടെ വെച്ചാണ്, മീൻസ് ഒരാളുടെ വേണ്ടി നമ്മൾ 1/2 വെളിയിലെടുത്തിട്ടിരിക്കുകയാണ്. മീൻസ് ഇരട്ടി വർക്കിന്റെ ഡേയ്സ് അല്ല നമുക്ക് വേണ്ടുന്നത്, സിംഗിൾ ആയിട്ടുള്ളതാണ്. അപ്പം ഇവിടെ 2 പേരുടെ കോമ്പിനേഷൻ അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഉൾപ്പെടുത്തണ്ട. അപ്പം ഇവർ 3 പേരും കൂടി ചേർന്നിട്ടുള്ളത് മതി. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1/2 ആദ്യമേ ഇങ്ങനെ വെളിയിൽ എടുത്തത്. ഇനി ഇത് ആഡ് ചെയ്യുക. 1/10 പ്ലസ്
1/12 പ്ലസ് 1/15. ഇനി എന്ത് ചെയ്താൽ മതി? ഈ 10, 12, 15ന്റെ LCM എടുക്കുക. LCM എടുക്കുക 10, 12, 15. LCM ആൻഡ് HCFന്റെ ക്ലാസ്സസും നമ്മളുടെ ഇതിനകത്തുണ്ട്. പെട്ടെന്ന് എടുക്കാൻ അറിയാത്തവർ ആ ഒരു സെക്ഷൻ കണ്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഇതെന്താണ്? LCM 2 എടുത്തു, 5, 6, 15, 3 വന്നു, 5, 2, 5 എടുത്തു, 1, 2, 1. എത്രയാണ് ഇവിടുത്തെ LCM? LCM എന്ന് പറയുമ്പോൾ 2 × 3 6, 6 × 5 30, 30 × 60, 60 ആണ് ഇവിടുത്തെ LCM വന്നിരിക്കുന്നത്. 2 3s are 6, 6 5s are 30, 30 × 2 60. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? 1/2 × 60 ആണല്ലോ LCM. 60 LCM നമ്മൾ എഴുതുക. ഇനി 10ന്റെ കൂടെ, ഈ 10ന്റെ കൂടെ 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 60 വരുന്നത്. അപ്പം 1 × 6 ഇവിടെ കൊടുത്ത അതേ നമ്പർ വെച്ച് ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ 12 × 5 ആണ് 60. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 1 × 5. അതുപോലെ 15 × 4 ആണ് 60. അപ്പം നമ്മൾ ആ ന്യൂമറേറ്ററിലും അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതെന്തായിട്ട് മാറി? വിച്ച് ഈസ് ഈക്വൽ ടു 1/2 × 15/60. അപ്പം ഇത് കാൽക്കുലേറ്റ് ചെയ്തേ. 1/2 × 15/60. 15/60 എന്ന് പറയുമ്പോൾ 1/4. അതായത് ഇവിടെ നമുക്ക് 1/8 ഇവരുടെ 1 ഡേ വർക്കാണ്. മീൻസ് ഈ 3 പേരും കൂടെ ഒരുമിച്ച് നിന്നിട്ടുള്ള 1 ഡേ വർക്കാണ് എന്ത്? ഈ ഒരു 1/8 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എത്ര ഡേയ്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? 1/8 എന്ന് പറയുന്നത് നമ്മളുടെ 1 ഡേ വർക്ക് ആണെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും. 1 ഡേ വർക്ക് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുന്നതായിരിക്കും നമുക്ക് വേണ്ടുന്ന നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത്. ഇവിടെ 8 ഡേയ്സ് ആണ്. ഇനി നമ്മൾക്ക് ഇത് ആൻസർ എന്താണ്? 8 ഡേയ്സ് ആണ്. ഇനി നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവർ 8 ദിവസം കൊണ്ടാണ് ഒരുമിച്ച് ജോലി ചെയ്യുന്നത്. അതായത് ഇനി നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 4ഉം കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയായിരിക്കും നമുക്ക് തെറ്റ് വരുന്നതെന്നറിയോ? നമ്മൾ ഈ 1/2 പുറത്തെടുത്ത് മൾട്ടിപ്ലൈ ചെയ്യത്തില്ല. നമ്മൾ ഇവരുടെ ഇരട്ടി വർക്ക് വെക്കും. അതായത് രാജുവും ടോമിൻ്റെ കോമ്പിനേഷൻ, അല്ലെങ്കിൽ ടോമും അപ്പു രാജു, ഇവരെല്ലാം ഡബിൾ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ 1/2 വെളിയിൽ ഇട്ട് കഴിഞ്ഞില്ലെങ്കിൽ കുറച്ച് ദിവസമായിരിക്കും നമുക്ക് കിട്ടുന്നത്. കാരണം വർക്ക് ഡബിൾ ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെയാണോ വേണ്ടുന്നത്? ഇവർ ഇൻഡിവിജ്വലി 3 പേരും കൂടെ ഒരുമിച്ച് ചെയ്ത് തീർക്കാനുള്ള വർക്കാണ്. സോ 1/2 വെളിയിൽ ഇട്ടിട്ട് 1 ഡേ വർക്ക് കണ്ടുപിടിക്കുക. അപ്പം 8 ദിവസം കൊണ്ടാണ് ഇവർ ജോലി ചെയ്ത് തീർക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 12. ഏരിയ ഓഫ് ദ ലാർജസ്റ്റ് ട്രയാങ്കിൾ ദാറ്റ് ക്യാൻ ബി ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സെമി സർക്കിൾ ഓഫ് റേഡിയസ് 2 സെന്റിമീറ്റർ. ഇത്രയുള്ള, അതായത് റേഡിയസ് 2 സെന്റിമീറ്റർ വരുന്ന ഒരു സെമി സർക്കിൾ ഉണ്ട്. അതിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലാർജസ്റ്റ് ട്രയാങ്കിളിന്റെ ഏരിയ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നും ആലോചിക്കേണ്ട. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഏരിയ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സെമി സർക്കിളിന്റെ റേഡിയസിന്റെ സ്ക്വയർ ആണ്. ഇത്രയേ ഉള്ളൂ. ഇവിടെ റേഡിയസ് എത്രയാണ്? 2 സെന്റിമീറ്റർ. 2 സെന്റിമീറ്ററിന്റെ സ്ക്വയർ എത്രയാണ്? 4 സെന്റിമീറ്റർ സ്ക്വയർ. അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ചിന്തിക്കേണ്ട. അതായത് സെമി സർക്കിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ ചിന്തിക്കേണ്ട, ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ ചിന്തിക്കേണ്ട, ഒന്നും ചിന്തിക്കേണ്ട. എത്രയും ആലോചിച്ചാൽ മതി. ഇങ്ങനൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു. ശ്രദ്ധിക്കുക. റേഡിയസ് 2 സെന്റിമീറ്റർ, അതായത് ഏത് പർട്ടിക്കുലർ റേഡിയസ് ആയിക്കോട്ടെ, അതിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്യാം. മീൻസ് ഉള്ളിൽ വരുന്ന ഏറ്റവും ലാർജസ്റ്റ് ട്രയാങ്കിളിന്റെ ഏരിയ. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ റേഡിയസിന്റെ സ്ക്വയർ ആണ്. ഇവിടുത്തെ റേഡിയസ് 2 സെന്റിമീറ്റർ. അതായത് റേഡിയസിന്റെ സ്ക്വയർ 2 സെന്റിമീറ്റർ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ സ്ക്വയർ. ഇത്രയേ ഉള്ളൂ. കൂടുതൽ ആലോചിച്ചൊന്നും കോംപ്ലിക്കേഷൻ വരുത്തണ്ട. ഈ ഒരു ഇക്വേഷൻ ഓർക്കുക. റേഡിയസിന്റെ സ്ക്വയർ ആണ് അവിടെ വരുന്ന ലാർജസ്റ്റ് ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് വെച്ചാൽ സെമി സർക്കിളിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഏജിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും 2, 3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വന്നിട്ടുണ്ട്. എന്താണ്? ദ റേഷ്യോ ഓഫ് ഏജസ് ഓഫ് മോനു ആൻഡ് സോനു. മോനുവിന്റെ സോനുവിന്റെ ഏജ് അറ്റ് പ്രസന്റിൽ, അതായത് മോനു സോനു അറ്റ് പ്രസന്റ് ആണ് ഇപ്പം, അതായത് നിലവിലുള്ള പ്രായം. ഏജിന്റെ റേഷ്യോ എത്രയാണ്? 4:1. ഓക്കെ. 8 years ago, 8 വർഷം മുന്നേ. 8 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള പ്രായത്തിൽ നിന്നും 8 വയസ്സ് കുറവായിരിക്കും. അതായത് ഇവരുടെ ഏജസിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 4x ഉം x ഉം.
4x 1 into x എത്രയാണ് x 8 വർഷം മുന്നേ എന്ന് പറയുമ്പം ഇവരുടെ ഏജസ് എന്താണ് 4x minus 8 8 വയസ്സ് കുറഞ്ഞാണ് x minus 8 അല്ലേ ഇനി അങ്ങനെ വരുമ്പം 8 വർഷം മുന്നേ മോനുവിൻ്റെ ഏജ് അതായത് മോനുവിൻ്റെ ഏജ് 8 വർഷം മുന്നേ 4x minus 8 ആയിരുന്നു എന്താണ് സോനുവിൻ്റെ ഏജിൻ്റെ 10 ഇരട്ടിയായിരുന്നു 10 ടൈംസ് ആയിരുന്നു അതായത് സോനുവിൻ്റെ ഏജ് എന്ന് പറയുന്നത് 10 into x minus 8 ഇങ്ങനെയാണ് കണ്ടോ അതായത് 8 വർഷം മുന്നേ മോനുവിൻ്റെ ഏജ് എന്ന് പറയുന്നത് സോനുവിൻ്റെ ഏജിൻ്റെ 10 ടൈംസ് ആയിരുന്നു 4x minus 8 is equal to 10 into x minus 8 ഇനി എന്താണ് ഇത് സോൾവ് ചെയ്യുക 4x minus 8 equal to 10x minus 80 എന്ത് ചെയ്യുക എക്സിനെ ഒരു സ്ഥലത്തും ഉണ്ട് 4x minus 10x equal to minus 80 plus 8 ഇവിടെ minus 6x equal to minus 72 രണ്ട് സൈഡിലെയും നെഗറ്റീവ് കട്ട് ചെയ്ത് കളയുക x is equal to 72 by 6 അതായത് എന്താണ് ഈ രണ്ട് സൈഡിലും മൈനസ് ഉള്ളതുകൊണ്ട് നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞു x എന്ന് പറഞ്ഞാൽ 72 by 6 എത്രയാണ് 72 by 6 12 ആണ് 72 by 6 ഇനി ഇവിടെ കഴിഞ്ഞോ ഇല്ല എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയത് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ് മോനുവിന്റെ പ്രസന്റ് ഏജ് ആണ് ചോദിച്ചിരിക്കുന്നത് മോനുവിന്റെ പ്രസന്റ് ഏജ് എത്രയാണ് 4x ആണ് മോനുവിന്റെ പ്രസന്റ് ഏജ് അപ്പം മോനുവിന്റെ പ്രസന്റ് ഏജ് എന്ന് പറഞ്ഞാൽ മോനുവിന്റെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ വിച്ച് ഈസ് ഈക്വൽ ടു 4x അതായത് 4 into 12 എത്രയാണ് 48 ഇയേഴ്സ് ആണ് മോനുവിന്റെ പ്രസന്റ് ഏജ് അതായത് ഓപ്ഷൻ എ ആണ് ഓക്കെ മോനുവിന്റെ പ്രസന്റ് ഏജ് ആണ് ചോദിച്ചിരിക്കുന്നത് അത്രയേ ഉള്ളൂ ചോദിച്ചിട്ടുള്ളത് പ്രസന്റ് ഏജ് 4x ആണ് എക്സിന്റെ വില നമുക്ക് കിട്ടി 12 പ്രസന്റ് ഏജ് ഓഫ് മോനു എന്ന് പറയുന്നത് 4x ആണ് സോനുവിൻ്റെത് എക്സും ക്വസ്റ്റ്യനകത്ത് മോനുവിന്റെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അതപ്പോൾ എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക 48 ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇത് കണ്ടോ നെക്സ്റ്റ് ടേം ആണ് ഈ മുകളിലുള്ള ഇത് നോക്കണ്ട ഓക്കെ നമ്മളുടെ എടുക്ക PPT ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള ഒരു മിസ്റ്റേക്കാണ് വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് ടേം അതായത് ഇതൊരു നമ്പർ സീരീസ് ആണ് ഇതിലെ അടുത്ത ടേം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് ടേം അതായത് 7 12 19 അടുത്ത ടേം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇനി ഇത് തമ്മിലുള്ള എന്തെങ്കിലും ഒരു എന്താണ് റിലേഷൻ ഉണ്ടോ നോക്കുക ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 7 + 5 12 അടുത്ത ടേം വന്നപ്പം 12 + 7 19 ആണ് അപ്പോൾ ഈ 19ന്റെ കൂടെ ഏതോ ഒരു നമ്പർ കൂട്ടുമ്പോഴാണ് നമുക്ക് അടുത്ത ടേം കിട്ടുന്നത് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ 5 കൂട്ടി അടുത്ത 7 കൂട്ടി അപ്പോൾ എന്താണ് വരുന്നത് അടുത്ത ഒരു ഒറ്റ സംഖ്യ വരും ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ രണ്ടിന്റെ ഡിഫറൻസ് മീൻസ് ഒറ്റ സംഖ്യയാണ് 5 7 9 8 എന്ന് പറയുന്നത് അടുത്ത 8 വരത്തില്ലല്ലോ ഈവൻ നമ്പർ അല്ലേ 5 കഴിഞ്ഞിട്ട് 7 ആണ് വന്നിരിക്കുന്നത് സോ 7 കഴിഞ്ഞിട്ട് ഇവിടെ കൂട്ടേണ്ടത് ഏതാണ് 9 ആണ് കൂട്ടേണ്ടത് സോ ഇവിടെ എത്രയാണ് 28 ഓപ്ഷൻ ബി ആണ് അടുത്ത നമ്പറായിട്ട് വരുന്നത് ഓക്കെ 7 12 അപ്പോൾ ഇങ്ങനെ നമ്പേഴ്സ് വരുമ്പം നിങ്ങൾ നോക്കുക ഈ അടുത്തടുത്ത് കിടക്കുന്ന നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോ എന്താണ് ആ ഒരു റിലേഷൻ അപ്പോൾ അടുത്ത ഈ തൊട്ടടുത്ത് കിടക്കുന്ന നമ്പറുമായിട്ട് എന്താണ് അവിടെ വരാൻ സാധ്യതയുള്ള റിലേഷൻഷിപ്പ് എന്താണ് അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇത് സോൾവ് ചെയ്യാൻ ഇവിടെ എന്ന് പറയുമ്പം 5 7 9 മീൻസ് അടുത്ത് വരുന്ന ഓരോ ഒറ്റ സംഖ്യകൾ കൂട്ടിക്കൂട്ടിയാണ് പോയിരിക്കുന്നത് അതായത് ഓഡ് നമ്പേഴ്സ് കൂട്ടിക്കൂട്ടിയാണ് പോയേക്കുന്നത് ഓക്കെ അപ്പം മറ്റേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ 14 ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15 ക്വസ്റ്റ്യൻ നമ്പർ 15 എന്ന് പറയുമ്പോൾ ഒരു ഡയറക്ഷൻ ബേസ് ക്വസ്റ്റ്യൻ ആണ് അതാണ് അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 15 എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ടോപ്പിക്കിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ക്വസ്റ്റ്യൻ ആദ്യം റോണി വാക്ക്ഡ് 20 meter ടുവേർഡ്സ് നോർത്ത് ദെൻ ഹി ടേൺ റൈറ്റ് ആൻഡ് വാക്സ് 30 meter then he turns right and walks 30 meter ഇതൊരു ഡയറക്ഷൻ അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഡയറക്ഷൻ വരച്ചിട്ട് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം നോക്കിക്കോ ഇതാണ് നമ്മളുടെ ഡയറക്ഷൻ ഇത് നോർത്ത് ഇത് സൗത്ത് ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റ് ഇതാണ് നമ്മളുടെ ഡയറക്ഷൻ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം ആദ്യമേ ഡയറക്ഷൻ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് റോണിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും റോണി എന്ത് ചെയ്തു 20 meter ടുവേർഡ്സ് നോർത്തിലേക്ക് പോയി അപ്പം നോർത്ത് നേരെയാണല്ലോ ഒരു 20 meters റോണി നോർത്തിലേക്ക് സഞ്ചരിച്ചു അപ്പം ഇവിടെ റോണി നിൽക്കുകയാണ് റോണി 20 meter നോർത്തിലേക്ക് സഞ്ചരിച്ചു ഇനി ഇവിടെ നിന്ന റോണി നേരെ നിന്ന റോണി
റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് എന്താണ് ഇവിടെ നിന്ന് റോണിയുടെ റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് ഒരു 30 മീറ്റേഴ്സ് സഞ്ചരിച്ചു. അപ്പം 30 മീറ്റേഴ്സ് ആണ് ഇവിടെ. ഇനി എന്താ ചെയ്തത്? ഇവിടെ നിൽക്കുന്ന റോണി ദെൻ ഹി ടേൺസ് റൈറ്റ്. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നേരെ നിൽക്കുന്ന ആള് വലത്തോട്ട് തിരിഞ്ഞിട്ട്, അതായത് വലത്തോട്ട് തിരിഞ്ഞിട്ട് എങ്ങോട്ട് പോയി? ഒരു 35 മീറ്റേഴ്സ് സഞ്ചരിച്ചു. ഇത് 35 മീറ്റേഴ്സ് ആണ്. ഓക്കെ ആണല്ലോ, 35 മീറ്റേഴ്സ് സഞ്ചരിച്ചു. അപ്പം ഇവിടെ വരെ വന്നു. ഇവിടെ നിന്നതിന് ശേഷം റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് ഒരു 35 മീറ്റർ താഴോട്ട് നടന്നു. ഇനി എന്താ നോക്കി, ഇവിടെയാണ് ഇപ്പൊ റോണി നിൽക്കുന്നത്. എന്നിട്ട് ദെൻ ഹി ടേൺസ് ലെഫ്റ്റ്. ഇവിടെ നിൽക്കുന്ന റോണി ഇടത്തോട്ട് തിരിഞ്ഞു. അതായത് ഇവിടെ നിൽക്കുന്ന റോണിയുടെ ഇടതുവശം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് ഒരു 15 മീറ്റർ നടന്നു. ആണല്ലോ, ഇവിടെ നിൽക്കുന്ന റോണി ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് ഒരു 15 മീറ്റർ അങ്ങോട്ട് നടന്നു. ഇനി ഇവിടെയാണ് നമ്മളുടെ 15 മീറ്റർ എന്ന് പറയുന്നത്. ഇനി എന്താണ് വീണ്ടും ചെയ്തത്? ഫൈനലി ഹി ടേൺസ് ലെഫ്റ്റ്. വീണ്ടും ലെഫ്റ്റ്. ഇവിടെ നിൽക്കുന്ന റോണി എന്ത് ചെയ്തു? വീണ്ടും ലെഫ്റ്റിലേക്ക് പോയി. ഇവിടെ നിൽക്കുമ്പോൾ പുള്ളിയുടെ ലെഫ്റ്റ് അങ്ങോട്ട് ലെഫ്റ്റിലോട്ട് പോയിട്ട് വീണ്ടും ഒരു 15 മീറ്റർ ട്രാവൽ ചെയ്തു. വീണ്ടും ഒരു 15 മീറ്റർ ട്രാവൽ ചെയ്തു. ഇത് 15 ആണേ. ഒരു 15 മീറ്റർ ട്രാവൽ ചെയ്തു, വാക്ക് ചെയ്തു. വാക്സ് 15 മീറ്റേഴ്സ്. അപ്പം ഇവിടെയാണ് റോണി ഇപ്പം വന്ന് നിൽക്കുന്നത്. ഇത് റോണിയുടെ എൻഡ് പോയിന്റ് ആണ്, ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റുമാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത് റോണിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ റോണി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും എൻഡ് പോയിന്റ് വരെയും ഉള്ള ഡിസ്റ്റൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇത് എൻഡ് പോയിന്റ്. ഇത്രയും ഡിസ്റ്റൻസ് എത്രയാണ്? നമുക്കറിയാം ഇവിടുന്ന് ഇവിടം വരെ 30 മീറ്റേഴ്സ്, ഇവിടുന്ന് ഇവിടം വരെ 15 മീറ്റേഴ്സ്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 30 + 15, അതായത് 45 മീറ്റേഴ്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ പറയാം, ഇങ്ങനെ ഒരു ഡയറക്ഷന്റെ ക്വസ്റ്റ്യൻ വരുമ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് വരച്ചിടുക. അതിനുശേഷം ക്വസ്റ്റ്യൻ നോക്കുക. ആദ്യം റോണി നടന്നത് നോർത്ത് സൈഡിലേക്കാണ്. നോർത്ത് എന്ന് പറയുമ്പോൾ മുകളിലോട്ട്. സോ ഇവിടുന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും റോണി 20 മീറ്റേഴ്സ് മുകളിലോട്ട് നടന്നു. അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞു. ഇവിടെ നിൽക്കുന്ന റോണി, ഇങ്ങനെ നിൽക്കുന്ന റോണി വലത്തോട്ട് തിരിഞ്ഞിട്ട് ഒരു 30 മീറ്റർ നടന്നു. 30 മീറ്റർ എത്തിയതിനു ശേഷം റോണി എന്ത് ചെയ്തു? വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു. ഇവിടെ നിൽക്കുന്ന റോണി വലത്തോട്ട് തിരിഞ്ഞു. വലത്തോട്ട് തിരിഞ്ഞെന്ന് പറയുമ്പം സൗത്ത് ഡയറക്ഷനിലേക്ക് നടന്നു. ഒരു 35 മീറ്റേഴ്സ് വാക്ക് ചെയ്തു. ഇനി ഇവിടെ നിന്നപ്പം വീണ്ടും റോണി ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് ഈസ്റ്റ് ഡയറക്ഷനിലോട്ട് പോയി. അതായത് 15 മീറ്റേഴ്സ് ട്രാവൽ ചെയ്തു. ഫൈനലി വീണ്ടും ഇവിടെ നിന്നിട്ട് വീണ്ടും ലെഫ്റ്റിലേക്ക് പോയി. അതായത് സൗത്ത് ഡയറക്ഷനിലോട്ട് പോയപ്പം 15 മീറ്റേഴ്സ് വരെ വാക്ക് ചെയ്തോളൂ. അപ്പൊ ഫൈനലി ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പൊ എന്താണ്? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും എൻഡ് പോയിന്റ് വരെയുള്ള ദൂരമാണ്. അപ്പൊ ഇവിടെ നിന്നും ഇതിപ്പോ ഒരു റെക്റ്റാങ്കിൾ പോലെ ആയില്ലേ? സോ ഇവിടെ നിന്നും ഇവിടം വരെ 30 മീറ്റേഴ്സ് ഓൾറെഡി ഉണ്ട്. ഇത് 15 മീറ്റേഴ്സ് ഉണ്ട്. അപ്പം ഈ 30 മീറ്ററും എന്താണ്? ഈ 30 മീറ്ററും നമ്മുടെ ഈ 15 മീറ്ററും തമ്മിൽ കൂട്ടുക. അപ്പം 45 മീറ്റേഴ്സ് ആണ് ആ ഒരു റോണി വാക്ക് ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതും പെർസെൻറ്റേജിന്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണ്? ഒരു ഇൻ എ mathematics examination the pass percentage was 87.5. if 7 students failed, how many students appeared for the exam? അതായത് ഒരു മാത്സിന്റെ എക്സാമിന് എഴുതിയ കുട്ടികളിൽ 87.5% കുട്ടികൾ പാസ്സായി. 87.5 പാസ്സായി. ഇവിടെ 7 സ്റ്റുഡൻസ് ഫെയിൽഡ് ആയി. അതായത് 7 കുട്ടികൾ ഫെയിൽഡ് ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. 7 സ്റ്റുഡൻസ് ഫെയിൽഡ് ആയി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര സ്റ്റുഡൻസ് എക്സാമിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തെഴുതാം? ടോട്ടൽ സ്റ്റുഡൻസിനെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? ഇനി 87.5 കുട്ടികൾ 87.5 കുട്ടികൾ പാസ്സായെങ്കിൽ ബാക്കിയുള്ള 12.5% സ്റ്റുഡൻസ് ഫെയിൽഡ് ആയെന്നല്ല അതിൻ്റെ അർത്ഥം അല്ലേ? 87.5% സ്റ്റുഡൻസ് പാസ്സായെങ്കിൽ 12.5% സ്റ്റുഡൻസ് ഫെയിൽഡ് ആയി. അതായത് ആ ഫെയിൽഡ് ആയ സ്റ്റുഡൻസിന്റെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട് 7. അപ്പൊ എന്താണ്? 12.5/100 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. ഓക്കെ അല്ലേ?
12.5 ബൈ ഇത്രയും പെർസെൻറ്റേജ്, അതായത് ഈ എക്സ് സ്റ്റുഡൻസിലെ 12.5% കുട്ടികളെന്ന് പറയുന്നത് അവിടെ ഫെയിലായി. അതായത് 7 അവിടെ ഓൾറെഡി നമ്പർ തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി? ഇവിടെ വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ. 12.5 എക്സ് ഈസ് ഈക്വൽ ടു 7 ഇൻറ്റു 100 700, എക്സ് ഈസ് ഈക്വൽ ടു 700 ബൈ 12.5. ഇനി എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്ത് നോക്കുക. 700 ബൈ 12.5, ആ മറ്റേ ഡെസിമൽ അങ്ങ് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡെസിമൽ ഇട്ടാൽ മതി. ഓക്കെ അല്ലേ? 125 ഇൻറ്റു 5 വരത്തുള്ളൂ. 5 5s are 25, 2 5s are 10, 625 വരത്തുള്ളൂ. സോ 625 നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു. ഇവിടെ എന്താണ്? 10, ഇവിടെ 9, ഇവിടെ 6. സോ 5 75. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഓക്കെ, 75 വന്നു. ഇനി നമ്മൾ ആ ഒരു 0 ഇട്ട് കൊടുക്കുക. ഡെസിമൽ പോകാൻ വേണ്ടി നമുക്കൊരു 0 ഉണ്ടായിരുന്നു. സോ 750. ഇവിടുത്തെ 12.5 ഇല്ലേ, 12.5ന്റെ ഡെസിമൽ കളയാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു 0 ഇട്ട് കൊടുത്തു. സോ ഇവിടെ 6 വരുന്നു. 125 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ എത്രയാണ്? 6 5s are 30, 2 6 are 12, 15, 750. സോ ഇവിടെ 750 വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എത്രയാണ് എക്സ് കിട്ടുന്നത്? 56. അപ്പോൾ എത്ര സ്റ്റുഡൻസ് ആയിരുന്നു ആ എക്സാമിനകത്ത് ഉണ്ടായിരുന്നത്? 56. ഈ 56 സ്റ്റുഡൻസിൽ എഴുതിയവരിൽ 7% കുട്ടികൾ ഫെയിലായി. ഓക്കെ, അതാണ് നമ്മളുടെ ഈ ഒരു പെർസെൻറ്റേജിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് സിമ്പിളാണ്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു മാത്സ് എക്സാമിൽ 87.5% കുട്ടികൾ പാസ്സായി. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ബാക്കി 12.5 കുട്ടികൾ ഫെയിലായിപ്പോയി. അങ്ങനെ വന്നപ്പം 7 സ്റ്റുഡൻസ് ഫെയിൽഡ് ആയെന്ന് ഓൾറെഡി അതിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര കുട്ടികൾ എക്സാം എഴുതി? അപ്പോൾ ടോട്ടൽ സ്റ്റുഡൻസിനെ നമുക്ക് എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. 7 സ്റ്റുഡൻസ് ഫെയിൽഡ് ആയി. അപ്പം 12.5% എക്സ് എന്ന് പറയുന്നതിനകത്ത് 12.5% കുട്ടികൾ ഫെയിലായി, വിച്ച് ഈസ് ഈക്വൽ ടു 7. നമ്മൾ എന്താണ്? എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. സോ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പം ഇത്രയാണ് വരുന്നത്. പിന്നെ നമ്മളുടെ കോഴ്സിൻ്റെ കാര്യങ്ങൾ അറിയാമല്ലോ. എന്താണ്? കേരളയുടെ PSC ഫൗണ്ടേഷൻ കോഴ്സ് വിദ്യാരംഭ 2.0 സെപ്റ്റംബർ 2025 തൊട്ട് അവൈലബിൾ ആണ്. സോ 499 ആണ്. വളരെ അഫോർഡബിൾ കോസ്റ്റ് ആണ്. മാക്സിമം ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഇനി അപ്കമിങ് എക്സാമുകളുടെ ഫുൾ കോഴ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ നമ്മളുടെ 10th പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസ് ഉണ്ട്. അത് ₹49, വെറും 49 രൂപയ്ക്കാണ് ഇത് വന്നിരിക്കുന്നത്. ടെസ്റ്റ് ബൈ ടെസ്റ്റ് ആണ്, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഡീറ്റെയിൽഡ് ആൻസർ സൊല്യൂഷന് 500+ ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നുള്ളത് നമ്മളുടെ ബ്രഹ്മാസ്ത്ര 2.0 ആണ്. 299 ഇപ്പോഴും ഇനി വരുന്ന, അതായത് നമ്മൾ ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാം ഇല്ല, അതിൽ കംപ്ലീറ്റ് GK ബൂസ്റ്റർ ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ആ ഒരു കോഴ്സും നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. ഇനി ഫ്രീ ടെസ്റ്റ് സീരീസ് ഉണ്ട്. എല്ലാ സബ്ജക്റ്റിൻ്റെ ഫ്രീ ടെസ്റ്റ് സീരീസ് ഉണ്ട്. അതിനകത്ത് എന്താണ്? എല്ലാം ഉണ്ട്. നമ്മളുടെ ഇംഗ്ലീഷ്, എക്കണോമിക്സ്, ആർട്സ്, ബയോളജി, ഇനിയുള്ള സയൻസ് സബ്ജക്റ്റുകളുടെ എല്ലാ ടെസ്റ്റ് സീരീസും ഇതിനകത്ത് അവൈലബിൾ ആണ്. സോ ഇന്നത്തെ ഒരു സെക്ഷൻ എന്ന് പറയുമ്പം നമ്മളുടെ ഇനി 27നുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മൾക്ക് ഒന്നുകൂടെ ഒന്ന് റിവിഷൻ ഒന്ന് പറയാം. എന്തായിരുന്നു നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ? പെർസെൻറ്റേജിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് എന്താണ്? ഒരു പാസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ എത്ര സ്റ്റുഡൻസിൻ്റെ ഇതാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിരുന്നു. ഇതൊരു ഡയറക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നടന്നു പോകുന്ന രീതിയിൽ ഒന്ന് മൈൻഡിൽ ചിന്തിച്ചിട്ട് എന്താണ് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചതിന് ശേഷം നമ്മളത് മാർക്ക് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്പർ സീരീസ് ആയിരുന്നു. ഇത് എളുപ്പമായിരുന്നു. പിന്നെ ഏജിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇത് ശ്രദ്ധിക്കുക. 8 years എഗോ ആണോ അറ്റ് പ്രസൻറ്റ് ആണോ എന്നുള്ളത് മൈൻഡിൽ നോക്കി കറക്റ്റ് റേഷ്യോ ആണോ എന്ന് വെച്ചിട്ട് വേണം നമ്മളത് വർക്കൗട്ട് ചെയ്യാം. പിന്നെ ഇത് സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ മാത്രമായിരുന്നു. റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ സെമി സർക്കിളിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ആ റേഡിയസിൻ്റെ സ്ക്വയർ ആണ്. പ്രത്യേകിച്ചൊന്നും അവിടെ ചിന്തിക്കേണ്ട ആരുമില്ല. പിന്നെ 1 day വർക്ക്, ടൈം ആൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ 1 day വർക്ക് കണ്ടുപിടിക്കുക. 1 day വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് അവിടുത്തെ നമ്പർ ഓഫ് ഡേയ്സ് കിട്ടും. പിന്നെ ഈ കോമ്പിനേഷൻ വരുന്നുണ്ടോ നോക്കുക. കോമ്പിനേഷൻ 2 പേര് 2 കോമ്പിനേഷൻ വീതം വരുമ്പോൾ ഒരു 1/2 വെളിയിലിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക. അപ്പം നമ്മൾക്ക് ഒരിക്കലും ആൻസറിൽ മിസ്റ്റേക്ക് വരത്തില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ
ഇതും പാസ് പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ ട്രെയിനിൻ്റെ കേസ് വരുമ്പോൾ ടണലോ ബ്രിഡ്ജോ ഒക്കെയാണോ അത് ക്രോസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ലെങ്തും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ അവിടുത്തെ ആ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. പിന്നെ ഉള്ളത് ബോർഡ് മാസ് ആണ്. ബോർഡ് മാസിന്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു സെക്ഷൻ തന്നെ നമ്മുടെ ഒരു ചാനലിൽ അവൈലബിൾ ആണ്. ഇതിനേക്കാളും ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻസ് ഒക്കെ അതിലുണ്ട്. സോ അത് നിങ്ങൾ കണ്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ ഉള്ളത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. PRT/100 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടായിരുന്നു അതിനകത്ത് നമ്മൾ ചെയ്തത്. പിന്നെ ആൽഫബറ്റ് സീക്വൻസ് ആണ്. ഇതും ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ. പിന്നെ ഇതും ഏജിൻ്റെ ആണ്. പിന്നെ ഇത് സ്പീഡ് ഡയറക്റ്റ് ഇക്വേഷൻ നോക്കിയാൽ മതി. S1 × S2 S1 - S2 × ചേഞ്ച് ഇൻ ടൈം. ടൈമിൽ ഏർലി ടൈമും ലേറ്റ് ടൈമും കൂടെ ഒന്ന് മനസ്സിലാക്കുക. ലേറ്റ് വരുമ്പോൾ മൈനസ് സൈൻ കൊടുക്കണം. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ മാംഗോസിൻ്റെ ആയിരുന്നു. ഇത് കൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ കേസാണ്. സോ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഇതൊന്ന് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ആയിരിക്കും. കാരണം നമ്മളുടെ ഏകദേശം ഒരു ടോപ്പിക്, ഏകദേശം അല്ല, ഒരു 80% വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ടോപ്പിക്കാണ്, ഒരു ക്വസ്റ്റ്യൻ സെക്ഷൻ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു മിക്സഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. മീൻസ് വർക്കൗട്ട് ചെയ്യുക. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒന്ന് മൈൻഡിൽ നമ്മൾ പഠിച്ചു വെക്കുക, ട്രിക്സുകൾ ഓർത്ത് വയ്ക്കുക. ഇനി ചില സെക്ഷൻസുകൾ ബുദ്ധിമുട്ടാണെങ്കിൽ അതെടുത്ത് പഠിക്കുക. ബോർഡ് മാസ് പോലുള്ള സെക്ഷൻസ് ഒക്കെ LCM HCF കണ്ടുപിടിക്കാൻ പെട്ടെന്ന് അറിയാത്തവരാണെങ്കിൽ ആ സെക്ഷൻ കാണുക. പിന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, നമ്പർ സീരീസ്, ആൽഫബറ്റ്സ്, ഇതിൽ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വീണ്ടും വീണ്ടും മൈൻഡിൽ പറഞ്ഞത് തറവാക്കുക. സോ ഇതൊക്കെ ആയിരിക്കും നമ്മൾക്കൊരു ഈസി ട്രാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഇത്രയാണ്. സോ എല്ലാവരും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ചുമ്മാ പഠിച്ചിട്ട് കാര്യമില്ല, എഴുതി വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ സ്പീഡ് ഇമ്പ്രൂവ് ആവും. അപ്പം ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഇത്രയാണ്. സോ ഇനി 27th എക്സാമിന് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള മാത്സിൻ്റെ ഒരു സെക്ഷൻ ആയിരുന്നു ഇത്. സോ മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെക്ഷൻ ഇത്രയാണ്. സോ എല്ലാവർക്കും താങ്ക് യു.